അപ്പോൾ നമ്മളിവിടെ നമ്മുടെ CMA ഇൻ്റർമീഡിയറ്റിൻ്റെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് MCQ നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് MCQ നമുക്ക് പറ്റുന്ന MCQ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ഈ MCQ മൊത്തം എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കണം, നോക്കിയിട്ട് എക്സാമിന് മൊത്തം നോക്കിയിട്ട് പോകണം. അപ്പോൾ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ കുറച്ച് MCQ ഞാൻ സെലക്റ്റഡ് ബുദ്ധിമുട്ടുകൾ നോക്കിയിട്ട് ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ഈസി MCQ ആണ്, അങ്ങനെ ബുദ്ധിമുട്ടുള്ള MCQ ഒന്നും ഇല്ല ഇതിൽ. അപ്പോൾ ഇതിൽ പലതും തിയറിയൊക്കെ നിങ്ങൾ കവർ ചെയ്യണം, ഫസ്റ്റ് ചാപ്റ്ററിലുള്ള തിയറിയൊക്കെ കവർ ചെയ്യണം. അപ്പോൾ തിയറി ബേസ്ഡ് നമ്മൾ പ്യുവർ തിയറികൾ ഉണ്ടാവില്ല. ഇപ്പോൾ കമ്പനീസ് ആക്ടിൻ്റെ പ്യുവർ തിയറി, അതായത് ലോയിൽ പഠിക്കുന്ന കമ്പനീസ് ആക്റ്റിൽ പഠിക്കുന്ന കുറച്ച് തിയറി ഉണ്ട്. അപ്പോൾ അത് ആക്റ്റിൽ നിങ്ങൾ കവർ ചെയ്യുന്ന തിയറീസാണ്. അപ്പോൾ അത് അല്ലെങ്കിൽ നിങ്ങളെന്താ എക്സാമിന് മുമ്പായിട്ട് നമ്മൾ ആ ഫസ്റ്റ് ഈ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തിയറിയൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം, വായിച്ചു പോവാം. അതിലെന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി, എല്ലാം ബൈ ഹാർട്ട് പഠിക്കേണ്ട, MCQന് വേണ്ടിയുള്ള ഒരു പഠിത്തം എല്ലാം ഒന്ന് ഓർത്ത് വെക്കുക, അത്രേ ഉള്ളൂ. റെഡി? അപ്പോൾ ഇതിൽ കുറച്ച് തന്നെ ഞാൻ അവിടെ ഇവിടെ നോക്കി ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ എല്ലാം അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള MCQ അല്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ കുറച്ച് ഒരു 50 എണ്ണെങ്കിലും ഡിസ്കസ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ് പർപ്പസിന് വേണ്ടി. ഓക്കെ, ശ്രദ്ധിക്കാം. ഇവിടെ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതിങ്ങനെ തരുന്നു, ഇതൊരു ക്വസ്റ്റ്യൻ, ഇത് ഓപ്ഷൻ 1, ഓപ്ഷൻ 2, അതായത് ABCD എന്ന് പറഞ്ഞിട്ട് നമുക്ക് MCQയിൽ തരില്ല. അതിന് പകരം ഓപ്ഷൻ 1, 2, 3, 4 4 ഓപ്ഷനിൽ ഇതിൽ ഏതാണ് ശരി അത് നിങ്ങൾ പറയാം. ഓപ്ഷൻ 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ എന്നുള്ളത് പറയാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനി, കമ്പനീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്ത ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റത്തെ ചാപ്റ്റർ 1 ഫസ്റ്റ് പേജിൽ തന്നെ പറയുന്നുണ്ട് കമ്പനീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്. ഒരു 7-8 പോയിൻ്റാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് പേജിൽ തന്നെ കാണാം. റെഡി അല്ലേ? അതിൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട് കമ്പനീൻ്റെ. അപ്പോൾ അത് ജസ്റ്റ് വായിച്ചുള്ളവർക്ക് ഇത് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങളോട് ചോദിക്കുന്നത്, ഇതിൽ 4 പോയിൻ്റ് ഉണ്ട്. അതിൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടാത്തത്, കമ്പനീൻ്റെ ഫീച്ചേഴ്സിൽ പെടാത്ത ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഒന്ന്, ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് ലീഗൽ എൻറ്റിറ്റി എക്സിസ്റ്റിംഗ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. കറക്റ്റ് അല്ലേ? കമ്പനീൻ്റെ ഒരു ഫീച്ചറാണ്, അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. മെമ്പേഴ്സിന്, അതായത് ഓണറിന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്. ഒരു ലീഗൽ ഒരു എക്സിസ്റ്റൻസ് വരും കമ്പനിക്ക് അല്ലേ, രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി. ഇനി ഇറ്റ് ഹാസ് എ പെർപ്പച്വൽ സക്സഷൻ, ഇതും കറക്റ്റ് അല്ലേ? പെർപ്പച്വൽ സക്സഷൻ ഉണ്ടാവും. പിന്നെ ഇത് രണ്ടും ശരിയാണ്, ഇതല്ലാത്താണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്. ഇനി ഷെയർസ് ഓഫ് എ കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഇതും ശരിയല്ലേ? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലാത്തതിൻ്റെ ഷെയറൊക്കെ നമുക്ക് ഈസിലി ട്രാൻസ്ഫറബിൾ ആണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ യൂഷ്വലി ഫോർ സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് എനി പ്രോഫിറ്റ്, അത് കറക്റ്റ് അല്ല. കമ്പനീൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റാണ്. അപ്പോൾ ഇതിൽ ഈ നാലാമത്തത് നമുക്കിതിൽ വരില്ല. റെഡി അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ നാലാമത്തെ വരില്ല, ബാക്കിയൊക്കെ വരും. റെഡി അല്ലേ? ഇത് ശരിക്കും വോളണ്ടറി അസോസിയേഷൻ ഓഫ് പ്രോഫിറ്റാണ്. ഈ പ്രോഫിറ്റിന് വേണ്ടിയുള്ള ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാന്നുള്ള രീതിയിലുള്ള ഒരു അസോസിയേഷനാണ് ഇത് കമ്പനി എന്ന് പറയുന്നത്. ഇതിൽ വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. അപ്പോൾ ഇതിൽ നാലാമത്തതാണ് കറക്റ്റ് അല്ലാത്തത്. അപ്പോൾ ഇതിൽ ആൻസർ വരൽ ഇതാണ്, ഓപ്ഷൻ 4 ആണ് ആൻസർ വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കമ്പനി, കമ്പനീൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. അക്കൗണ്ടിങ് പ്രോസസ് ഈസ് ഹൈലി റെഗുലേറ്റഡ് ഗൈഡഡ് ബൈ റെഗുലേറ്ററി പ്രൊനൗൺസ്മെൻറ്റ്, ഇതും നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് പേജിൻ്റെ ലാസ്റ്റിലായിട്ട് ഇത് വരുന്നുണ്ട്. റെഡി അല്ലേ? ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിൽ അക്കൗണ്ടിങ് പ്രോസസ് ഈസ് ഹൈലി റെഗുലേറ്റഡ് ആൻഡ് ഗൈഡഡ് ബൈ ദി റെഗുലേറ്ററി പ്രൊനൗൺസ്മെൻറ്റ്, ഇത് ഫീച്ചേഴ്സിൽ വരുന്നതാണ്. റെഡി അല്ലേ? അപ്പോൾ അത് ജസ്റ്റ് ഫസ്റ്റ് ഇനീഷ്യൽ ചാപ്റ്ററിൽ നമ്മൾ ഷെയറിൻ്റെ ഇഷ്യൂ പഠിക്കുന്നതിന് മുന്നേ ചെറിയൊരു യൂണിറ്റ് ഉണ്ട്, തിയറി മാത്രം. ടൈപ്സ് ഓഫ് കമ്പനി എന്താണ്, കമ്പനി ഡെഫിനിഷനാണ്, ഒക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടും എക്സാമിൻ്റെ തലേന്നൊന്ന് നോക്കിയിട്ട് പോകാം. അപ്പോൾ അതിൽ നമ്മളിത് വായിച്ച് വിട്ടാൽ മതി. അപ്പോൾ ഇത് അതിൽ പറയുന്നുണ്ടോ എന്നുള്ള ഒരു ഓർമ്മ, നമ്മളിങ്ങനെ ഒരു ഓർമ്മ ഉണ്ടാകും ഇത് അതിൽ വരുന്നതാണോ എന്നുള്ളത്. ഇപ്പോൾ അക്കൗണ്ടിങ് പ്രോസസ് ഈസ് ഹൈലി റെഗുലേറ്റഡ് ആൻഡ് ഗൈഡഡ് ബൈ റെഗുലേറ്ററി പ്രൊനൗൺസ്മെൻറ്റ്. പിന്നെ പറയുന്നത് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് പീരിയോഡിക്കൽ അക്കൗണ്ട്സ് ആർ സ്പെസിഫൈഡ് ബൈ ദി ലോ, ഇതൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നതല്ലേ, ഇതൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് കംപ്ലയൻസ് ടു ദി പ്രിസ്ക്രൈബ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈസ് പാരമൗണ്ട്,
ഇതൊക്കെ ഇതിൻ്റെ കമ്പനിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് വരിക. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഇൻ ഇന്ത്യ അക്കൗണ്ടിങ് ഓഫ് കമ്പനി Accounting of a company firm is guided by which of the following regulatory sources? അതും എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ 3-ാമത്തോ 4-ാമത്തോ പേജിലായിട്ട് വരുന്നുണ്ട്. റെഗുലേറ്ററി സോഴ്സ് എന്താണ്? കമ്പനീൻ്റെ ആക്ട്, കമ്പനീസ് ആക്റ്റും റൂളും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇത് 3 അവിടെ പറയുന്നത്, 3 പോയിൻ്റായിട്ട് പറയുന്നുണ്ട്. റെഡി അല്ലേ? അപ്പോൾ അക്കൗണ്ടിങ് ഇൻ ഇന്ത്യ അക്കൗണ്ടിങ് ഓഫ് എ കമ്പനി ഫോംസ് ഗൈഡഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് റെഗുലേറ്ററി സോഴ്സ്? ഏതൊക്കെയാണ്? കമ്പനീസ് ആക്ട്, കമ്പനീസ് റൂള്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഓൾ ഓഫ് ദീസ് ആണ് ഇതിൻ്റെ ആൻസർ വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി ബുക്ക് ഓഫ് കമ്പനി? ഇതിൽ കമ്പനിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ബുക്ക് അല്ലാത്തത്. സ്റ്റാറ്റ്യൂട്ടറി ബുക്ക് എനിക്ക് തോന്നുന്നു 11 സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്താ പറയുന്നുണ്ട് തോന്നുന്നു അല്ലേ? കമ്പനീൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് 11 എന്നും പറയുന്നുണ്ട്. അതിൽ വരാത്ത ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ആൻസർ ഏതാ വരാം? സ്റ്റാറ്റ്യൂട്ടറി ബുക്ക് അല്ലാത്തത് രജിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹെൽഡ് ആൻഡ് ദെയർ നെയിംസ്, ഇത് 11 പറയുന്നുണ്ട്. ആനുവൽ റിട്ടേൺ പറയുന്നുണ്ട്. രജിസ്റ്റർ ഓഫ് ഓഫീസേഴ്സ് ഇതില്ല. രജിസ്റ്റർ ഓഫ് ഓഫീസേഴ്സ് ഇല്ല. രജിസ്റ്റർ ഓഫ് ഷെയർ ഹോൾഡിംഗ് ഓഫ് ദി ഡയറക്ടേഴ്സ് ഒരു 11 എന്ത് പറയുന്നുണ്ട്? സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 11 പോയിന്റ് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, ഓടിച്ച് നോക്കുക. അതിൽ വരാത്തത് രജിസ്റ്റർ ഓഫ് ഓഫീസേഴ്സ് അതിൽ വരില്ല. റെഡി അല്ലേ? രജിസ്റ്റർ ഓഫ് ഓഫീസേഴ്സ് വരില്ല. അപ്പോൾ ഇതിൽ സി ആണ് ആൻസർ വരിക. സി എന്ന് പറഞ്ഞാൽ 3-ാമത്തെ, ഇതാണ് ആൻസർ വരിക. റെഡിയാണോ? ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ ഫീച്ചേഴ്സ് ഓഫ് ഷെയർ ഹാവ് ദ ഫോളോയിങ്? ഷെയറിൻ്റെ ഫീച്ചേഴ്സിൽ വരാത്തത്. ഷെയറിൻ്റെ ഫീച്ചേഴ്സ് ഇതേ പറഞ്ഞ പോലെ നമ്മൾ അടുത്ത പേജിലെങ്ങാണ്ടോ അല്ല, ഷെയറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്ത യൂണിറ്റിലാണ് വരുന്നത്. അടുത്ത യൂണിറ്റിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പേജിൽ തന്നെ പറയുന്നുണ്ട് ഫീച്ചേഴ്സ് ഓഫ്, അതായത് ഇഷ്യൂ ഓഫ് ഷെയർ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, അതിൽ ഫസ്റ്റ് പേജിൽ തന്നെ പറയുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 പോയിന്റ് പറയുന്നുണ്ട്. റെഡിയല്ലേ? ആ 6 വരാത്ത ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. അതായത് ഷെയറിൻ്റെ ഫീച്ചേഴ്സിൽ വരാത്തത്. ഇറ്റ് റെപ്രസെൻറ്റ് ദി ബിഗ്ഗസ്റ്റ് യൂണിറ്റ് ഓഫ് ഓണർഷിപ്പ്, എനിക്ക് തോന്നുന്നു ഇതന്നെയാണെന്ന് തോന്നുന്നു ആദ്യത്തെ പോയിന്റ് തന്നെ തോന്നുന്നു. റെഡി? ഇനി ഷെയർ ഓഫ് എ സ്പെസിഫിക് സീരീസ് മസ്റ്റ് ഹാവ് ദി സെയിം ഫേസ് വാല്യൂ, ഇത് അതിൽ വരുന്നുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ഷെയറിൽ വരുന്നുണ്ട്. ഷെയർസ് റെപ്രസെൻറ്റ് ഓൺലി എ പാർഷ്യൽ ഓണർഷിപ്പ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. പാർഷ്യൽ ഓണർഷിപ്പ് ഓഫ് ഷെയർ ഇതും വരുന്നുണ്ട്. ഷെയർ റെപ്രസെൻറ്റ് only partial ownership of share capital of the company. Each share has നോട്ടാണ് ചോദിച്ചത് അല്ലേ? ഇറ്റ് റെപ്രസെൻറ്റ് ബിഗ്ഗസ്റ്റ് യൂണിറ്റ് ഓഫ് ഓണർഷിപ്പ്, അത് വരുന്നുണ്ട്. ഇറ്റ് റെപ്രസെൻറ്റ് സ്മോളസ്റ്റ് അല്ലേ, അതാണ് വ്യത്യാസമുള്ളത്. ഇറ്റ് റെപ്രസെൻറ്റ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഓണർഷിപ്പ്, അങ്ങനെയാണ് വരിക. ബിഗ്ഗസ്റ്റ് എന്നല്ല വരിക, സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഓണർഷിപ്പ് എന്നാണ് വരിക. അപ്പോൾ ഇതാണ് ഇതിൽ. ബാക്കിയെല്ലാം വരുന്നുണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. നോക്കുക, ഇതെല്ലാം വരുന്നുണ്ട്. ഇപ്പം ഇതാണ് വ്യത്യാസമുള്ളത്. വായിക്കുമ്പോൾ പെട്ടെന്ന് ഇത് ശരിയാണെന്ന് തോന്നും. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇതിൽ ഇറ്റ് റെപ്രസെൻറ്റ് ദി ബിഗ്ഗസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഓണർഷിപ്പാണ്. ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ്ഗസ്റ്റ് യൂണിറ്റ് അല്ല, ഒരു ഷെയർ ക്യാപിറ്റൽ പോർഷൻ അല്ലേ, സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഓണർഷിപ്പാണ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ സ്മോളസ്റ്റ് മാറ്റി ഇവരെന്താക്കി, ബിഗ്ഗസ്റ്റ് ആക്കി. അതാണ് ഇതിൽ ചേഞ്ച്. അപ്പോൾ ഫീച്ചേഴ്സ് അല്ലാത്താണ് ചോദിക്കുന്നത്. ബാക്കി എല്ലാം ഇതിൽ വരുന്നതാണ്. ഇനി അടുത്തെന്താ? ഇൻ കേസ് ഓഫ് ഡാഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആർ ഓഫർഡ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി വിത്തൗട്ട് എനി കൺസിഡറേഷൻ. ശ്രദ്ധിക്കുക, എക്സിസ്റ്റിംഗ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് പെട്ടെന്ന് നമ്മളെ മൈൻഡിൽ വരിക റൈറ്റ് ഇഷ്യൂ ആയിരിക്കും ചിലപ്പോൾ. റെഡി അല്ലേ? ഇത് ഇവിടെ പറയുന്നുണ്ട് കമ്പനി വിത്തൗട്ട് എനി കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ അത് ഏതാ ഉദ്ദേശിക്കുന്നത്? ബോണസ് ഇഷ്യൂ ആണ്. ബോണസാണ് ഇതിൻ്റെ ആൻസർ. ഇനി പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് ആർ കണ്ടെയ്ൻഡ് ഇൻ ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 68 എന്ത് പറയുന്നത്? ഈ ബൈബാക്കിൻ്റെ പ്രൊവിഷൻ പറയുന്നത്. ഇനി ബൈബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ എനി ഫിനാൻഷ്യൽ ഇയർ ഷുഡ് നോട്ട് എക്സീഡ് ഇതിലേതാ ആൻസർ? 10% ഓഫ് നെറ്റ് വർത്ത്. അങ്ങനെ പോയിൻ്റൊന്നും അവിടെ പറയുന്നില്ല. 25% ഓഫ് അഗ്രഗേറ്റ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്, ഇതാണ് ആൻസർ. 25% ഓഫ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പറയുന്നുണ്ട്.
പിന്നെ 25% അഗ്രിഗേറ്റ് പെയ്ഡ് ഇക്വിറ്റി ക്യാപിറ്റൽ. അപ്പോൾ ഇതാണ് ആൻസർ വരിക. ഇതിൽ രണ്ടാമത്താണ് ആൻസർ വരിക. 25% അഗ്രിഗേറ്റ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ മൊത്തം എടുക്കണം, അത് കഴിഞ്ഞാൽ ഇക്വിറ്റിയും പ്രിഫറൻസും എടുക്കണം. പിന്നെ ഫ്രീ റിസർവിന് 25% വരെ എന്ത് ചെയ്യാം, ബൈബാക്ക് ചെയ്യും. പിന്നെ നമ്പർ ഓഫ് ഷെയർ ആണ് പറയുന്നത്, 25% ഓഫ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയറാണ് പറയുന്നത്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണിത്. റെഡി അല്ലേ? അപ്പോൾ ഇതിൽ രണ്ടാമത്താണ് ആൻസർ വരിക. ഇനി കമ്പനി മേ പർച്ചേസ് ഇറ്റ്സ് ഓൺ ഷെയർസ് ഓർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റി ഔട്ട് ഓഫ് ഫ്രീ റിസർവ് എന്ന്. കമ്പനിക്ക് എന്ത് ചെയ്യാം, ബൈബാക്ക് ചെയ്യാം. എവിടെ നിന്നൊക്കെ ഫണ്ട് എടുത്തിട്ട്? ഫ്രീ റിസർവ് നിന്ന് ഫണ്ട് എടുക്കാം, സെക്യൂരിറ്റി പ്രീമിയത്തിൽ എടുക്കാം. സെക്യൂരിറ്റി പ്രീമിയം ഫോർ ദ പർപ്പസ് ഓഫ് ബൈബാക്ക് എന്താണ്? സെക്യൂരിറ്റി പ്രീമിയം ഫ്രീ റിസർവ് ആണ്. പിന്നെ എവിടെ നിന്ന് ഫണ്ട് എടുക്കാം? പിന്നെ ഫ്രീ റിസർവ് പറ്റും. പിന്നെ സെക്യൂരിറ്റി പ്രീമിയം, പ്രൊസീഡ്സ് ഓഫ് ഇഷ്യൂ ഓഫ് എനി ഷെയർ ഓർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ്. ഇത് ശരിക്കും നമ്മളെ ആക്ടിൽ നമ്മളെ മെറ്റീരിയലിൽ ഇത് ഒരൊറ്റ പോയിൻ്റ് ആയിട്ടാണ് പറയുന്നത്. വരാതെ സ്പ്ലിറ്റ് ചെയ്ത് എനി ഷെയർസ് ഓർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം വരും, എയും ബിയും സിയും ഡിയും എല്ലാം വരും, എയും ബി സി ഡി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഇതാണ് വരിക. ഇത് രണ്ടും കൂടെ നമ്മൾ മെറ്റീരിയലിൽ 3 പോയിൻ്റേ ഉള്ളൂ: ഫ്രീ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ ഓർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഇത് ഒറ്റ പോയിൻ്റാണ്, പക്ഷേ ഇതിൽ നമ്മൾ രണ്ടാക്കി കാണിച്ചെന്നുള്ളൂ. ക്വസ്റ്റ്യനിൽ രണ്ടാക്കി കാണിച്ചു, അത്ര വ്യത്യാസമുള്ളൂ. ഇനി സെക്ഷൻ 68 ഓഫ് കമ്പനീസ് ആക്ട്, സെക്ഷൻ 68 ബൈബാക്ക്. റെഡി അല്ലേ? ഇപ്പോൾ നോ ബൈബാക്ക് ഓഫ് എനി കൈൻഡ് ഓഫ് ഷെയർസ് ഓർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റി ഷാൽ ബി മെയ്ഡ് ഔട്ട് ഓഫ് ദി. ബൈബാക്ക് പറ്റൂല. എവിടെ നിന്നൊക്കെ? സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് ബൈബാക്ക് പറ്റൂലേ? സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് ബൈബാക്ക് പറ്റും. പിന്നെ പ്രൊസീഡ്സ് ഓഫ് ഏർലിയർ ഇഷ്യൂ ഓഫ് സെയിം കൈൻഡ് ഓഫ് ഷെയർ ഓർ സെയിം കൈൻഡ് ഓഫ് അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ്. നേരത്തെ ഇഷ്യൂ ചെയ്ത് സെയിം കൈൻഡ് ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ബൈബാക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഇതാണ് അതിൻ്റെ ആൻസർ. നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള വായിച്ചു നോക്കാം. ജനറൽ സർവീന് അതൊന്നും വരുന്നില്ല, 50 അങ്ങനത്തെ പോയിൻ്റൊന്നും അവിടെ പറയുന്നില്ല. പ്രൊസീഡ്സ് ഓഫ് ഇഷ്യൂ ഓഫ് സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബൈബാക്ക് ചെയ്യാൻ പറ്റും. റെഡി അല്ലേ? ഇപ്പോൾ ഇവിടെ പറ്റാത്ത ഏതാണ്? ജനറൽ സർവീന്ന് പറ്റും, എല്ലാതും പറ്റും. ഇതിൽ പറ്റാത്ത ഏതാണ്? ഇതാണ്, സെയിം കൈൻഡ് ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡെപ്റ്റ് ആർ കൺസിഡേർഡ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോക്ക് വേണ്ടി ഏതൊക്കെ ഡെപ്റ്റ് കൺസിഡർ ചെയ്യും? സെക്യൂർഡ് ഡെപ്റ്റ്, അൺസെക്യൂർഡ്, ഇതെല്ലാം കൺസിഡർ ചെയ്യും. സെക്യൂർഡും അൺസെക്യൂർഡും കറണ്ടും നോൺ കറണ്ടും എല്ലാം കൺസിഡർ ചെയ്യും. അപ്പോൾ ഇത് ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ വരും. വേർ കമ്പനി പർച്ചേസ് ഇറ്റ്സ് ഓൺ ഷെയർസ് ഔട്ട് ഓഫ് ഫ്രീ റിസർവ് or security premium account, sum equal to the nominal value of the shares so purchased shall be transferred to capital redemption reserve. അല്ലേ? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ നമ്മൾ ഒരു ഷെയർ ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോമിനൽ വാല്യൂ, ഫേസ് വാല്യൂന് ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട്, അതായത് ഔട്ട് ഓഫ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അല്ലെങ്കിൽ ഫ്രീ റിസർവ് എന്നോ സെക്യൂരിറ്റി പ്രീമിയത്തിനോ ബൈബാക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം CRR ക്രിയേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ ആണെങ്കിൽ നിങ്ങൾ 1 ലക്ഷത്തിൻ്റെ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് 1 ലക്ഷത്തിൻ്റെ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല? ഫ്രഷ് ഇഷ്യൂ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് ബൈബാക്ക് ചെയ്യണമെങ്കിൽ CRRൻ്റെ ആവശ്യമില്ല. ഡിവിസിബിൾ പ്രോഫിറ്റ്, അതായത് ഫ്രീ റിസർവ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റി പ്രീമിയം ഫോർ ദ പർപ്പസ് ഓഫ് ബൈബാക്ക് എന്താണ്? ഫ്രീ റിസർവ് ആണ്. സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നോ ഫ്രീ റിസർവ് എന്നോ ഫണ്ട് എടുത്തിട്ട് നിങ്ങൾ ബൈബാക്ക് ചെയ്യുകയാണെങ്കിൽ എത്രയാണോ ഷെയർ ബൈബാക്ക് ചെയ്യുന്നത് അതിൻ്റെ ഫേസ് വാല്യൂന് ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? CRR ക്രിയേറ്റ് ചെയ്യണം. ഇനി നോ ഓഫർ ഓഫ് ബൈബാക്ക് ഷാൽ ബി മെയ്ഡ് വിത്തിൻ എ പീരീഡ് of recount from the date of closure of the preceding offer of buyback. No offer of buyback shall be made within a period. ഒരു ബൈബാക്ക് കഴിഞ്ഞ് അടുത്ത എത്ര പീരീഡിനുള്ളിൽ വേറെ ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല? 1 ഇയറിൻ്റെ ഉള്ളിൽ അല്ലേ? 1 ഇയറിൻ്റെ ഉള്ളിൽ വേറെ ബൈബാക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ 1 ഇയർ ആണ് ആൻസർ വരും. ഇനി ഇക്വിറ്റി ഷെയർ എമൗണ്ടിങ് ടു ₹2 lakh, അതായത് നിങ്ങൾ 2 lakhൻ്റെ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്തു, 5% പ്രീമിയത്തിലാണ് ബൈബാക്ക് ചെയ്തത്. ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ എമൗണ്ടിങ് ടു, ഇവിടെ നിങ്ങൾ ഇഷ്യൂ ചെയ്തു 1 ലക്ഷം ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തു 10% പ്രീമിയത്തിൽ. കമ്പ്യൂട്ട് ദി എമൗണ്ട് ടു ബി ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. CRRലേക്ക് എത്ര മാറ്റണം എന്നാണ് ചോദിക്കുന്നത്. 2 ലക്ഷം ഫേസ് വാല്യൂ വരുന്ന ഇക്വിറ്റി ഷെയർ പോയി, 1 ലക്ഷം ഫേസ് വാല്യൂ വരുന്ന പ്രിഫറൻസ് ഷെയർ വന്നു അല്ല, അവിടെ ഫ്രഷ് ഇഷ്യൂ ഉണ്ട് 1 ലക്ഷം. അപ്പോൾ ബാക്കി 1 ലക്ഷത്തിന് നിങ്ങൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? CRR ക്രിയേറ്റ് ചെയ്യണം. 1 ലക്ഷത്തിന് CRR ക്രിയേറ്റ് ചെയ്യണം. ഇനി അടുത്തത് ഫോളോയിങ് ആർ ദി എക്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റ്. താഴെ പറയുന്നത് ഒരു ബാലൻസ് ഷീറ്റ് എക്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഇക്വിറ്റി ഷെയർ എത്രയാണ്? 10 lakh, സെക്യൂരിറ്റി പ്രീമിയം 2,50,000, റിസർവ് 7,50,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കമ്പനി ബ്രോഡ് ബാക്ക് ചെയ്ത് എത്രയാണ്?
ബൈബാക്ക് ചെയ്ത് 15,000 ഷെയർസാണ്. 40 രൂപേൻ്റെ ഷെയർ, 40 രൂപക്കാണ് ബൈബാക്ക് ചെയ്തത്. ഇതിൻ്റെ ഫേസ് വാല്യൂ 10 ഇക്വിറ്റി ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? 10. 40 രൂപക്കാണ് ബൈബാക്ക് ചെയ്തത്. ദ ട്രാൻസാക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ബൈബാക്ക് വാസ് ഫിനാൻസ്ഡ് ബൈ സെയിൽ ഓഫ് നോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റിട്ടുണ്ട് ബൈബാക്കിന് വേണ്ടി. എമൗണ്ട് ടു ബി ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അപ്പോൾ ഇവിടെ 15,000 ആണ് എന്ത് ചെയ്തത്? ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂന് ഇക്വലൻ്റ് എമൗണ്ട് ആണ് CRR ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 15,000 ഇൻറ്റു ഫേസ് വാല്യൂ 10 അല്ലേ? 1,50,000 ആണ് നിങ്ങൾ എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്? CRR ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തത്, ഫോളോയിങ് ഇൻഫർമേഷൻ അവൈലബിൾ ഫ്രം ദി ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് TH ലിമിറ്റഡ്. ഇക്വിറ്റി ഷെയർ എത്ര ഉണ്ട്? ഇക്വിറ്റി ഷെയർ 30,000 ഉണ്ട്. സെക്യൂരിറ്റി പ്രീമിയം 3,000, അപ്പോൾ 33. ജനറൽ റിസർവ് 10, 43 ഉണ്ട്. ക്യാപിറ്റൽ പ്ലസ് റിസർവ് 43 ഉണ്ട്. പിന്നെ ഇത് ലോണ് 40ഉം 22ഉം 62. കമ്പ്യൂട്ട് ദി മാക്സിമം ലിമിറ്റ് അപ് ടു വിച്ച് ബൈബാക്ക് ഈസ് പെർമിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ ഇയർ 2020-23. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ഇയർ 2023 നിങ്ങൾക്ക് മാക്സിമം എത്ര ബൈബാക്ക് ചെയ്യാൻ പറ്റും? അങ്ങനെ ശരിക്കും ചോദിച്ചാൽ ഇത് ആസ് പെർ കമ്പനീസ് ആക്ടാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കമ്പനീസ് ആക്ട് മാക്സിമം എന്ന് പറയുമ്പോൾ 3 ടെസ്റ്റ് നടത്തേണ്ടി വരും. അതിൽ ലീസ്റ്റ് എടുക്കുന്നത്. പക്ഷേ ഇവർ ഒരു ടെസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവർ ഈ ആൻസറിന് വേണ്ടി ഒരു ടെസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് റിസോഴ്സ് ടെസ്റ്റ് മാത്രമേ അവർ ചെയ്ത്. പക്ഷേ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ് ഇതെടുത്ത് ഇതെന്ന് പറയുമ്പോൾ എത്ര വരും? ഇത് 3 കൂടെ കൂട്ടി എത്ര വരും? 53 വരും അല്ലേ? സോറി, 30 ഇതല്ല, ഇത് 3 അല്ല, ഇത് സെക്യൂർഡ് ലോണല്ലേ. അതായത് 30,000, 3,000, 33,000 ഷെയർ ക്യാപിറ്റൽ, സെക്യൂരിറ്റി പ്രീമിയം, ഇത് 3 കൂടെ കൂട്ടി അപ്പോൾ 43 വരും മൊത്തം. 43ൻ്റെ 25% എന്ന് പറയുമ്പോൾ എത്ര വരും? 43ൻ്റെ 25% എന്ന് പറയുമ്പോൾ എനിക്ക് 10,750 വരും. 10,750 25% വരിക. ഇനി ബൈബാക്ക് പ്രൈസ് ഇവിടെ തരാത്തതുകൊണ്ട് നമ്മൾ ഫേസ് വാല്യൂവിൽ ബൈബാക്ക് ചെയ്തെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ 10,750 ഡിവൈഡഡ് ബൈ 10, ഫേസ് വാല്യൂ 10 അല്ലേ എന്ന് പറയുമ്പോൾ 1,075. അപ്പോൾ 1,075 ഇവർ ഒരു ടെസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 3 ടെസ്റ്റ് ചെയ്തിട്ട് ലീസ്റ്റാണ് എടുക്കേണ്ടത്. ഇവർ റിസോഴ്സ് ടെസ്റ്റ് മാത്രം ചെയ്തിട്ട് ആൻസർ കണ്ടെത്താൻ ചെയ്ത്. റെഡി? In the notice of the meeting at which a special resolution is proposed to be passed relating to buyback of share shall be accompanied by the explanatory statement stating. അതായത് നിങ്ങൾ ബൈബാക്കിൻ്റെ നോട്ടീസ്, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടി നോട്ടീസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ നോട്ടീസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഒന്ന്, ഫുൾ ആൻഡ് കംപ്ലീറ്റ് ഡിസ്ക്ലോഷർ ഓഫ് ഓൾ മെറ്റീരിയൽ ഫാക്ട്. ഇത് അതിലുള്ള ആ നോട്ടീസിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്. പിന്നെ അനാലിസിസ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി ഇതൊന്നും വേണ്ട. ഗ്രോസ് പ്രോഫിറ്റ് ഇതൊന്നും വേണ്ട. ചെയർമാൻ വ്യൂ ഇതൊന്നും വേണ്ട. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ഇതിൻ്റെ ആൻസർ വരാം. ബാലൻസ് അപ്പിയർ ഇൻ ദി ബുക്സ് ഓഫ് എ കമ്പനി അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയർ. ഒരു കമ്പനിൻ്റെ ബുക്കിൽ ബാലൻസ് ആയിട്ടുള്ളത് CRR 50,000 ഉണ്ട്, സെക്യൂരിറ്റി പ്രീമിയം 5,000 ഉണ്ട്, റീവാലുവേഷൻ റിസർവ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. മാക്സിമം എമൗണ്ട് അവൈലബിൾ ഫോർ ബോണസ് ഷെയർ വിൽ ബി. ബോണസ് ഷെയറിന് വേണ്ടി നമുക്ക് മാക്സിമം എത്ര ഫണ്ട് എടുക്കാൻ പറ്റും? ഇവിടെ നോക്കിയാൽ CRRന്ന് എടുക്കാൻ പറ്റുമോ? പറ്റും, 50,000. സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? പറ്റും. എത്ര? 5,000. റീവാലുവേഷൻ റിസർവ് പറ്റുമോ? ഇല്ല, പറ്റില്ല. റീവാലുവേഷൻ റിസർവ് ഒന്നും എടുക്കാൻ പറ്റില്ല. റീവാലുവേഷൻ സർപ്ലസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നോഷണൽ പ്രോഫിറ്റ് അല്ല, അൺറിയലൈസ്ഡ് പ്രോഫിറ്റാണ്, അതിനൊന്നും എടുക്കാൻ പറ്റില്ല. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറ്റും. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറ്റുമെന്ന് പറയുമ്പോൾ ഇവിടെ 10 എടുത്തു കഴിഞ്ഞാൽ 65 ഇതിലുണ്ടോ? നമ്മൾ നോക്കാതെ എടുക്കുമ്പോൾ 65 നമുക്ക് ആൻസർ കിട്ടുക. പക്ഷേ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ആണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലോസ് ആണ്. പ്രോഫിറ്റ് എന്നാണ് ബോണസ് ഷെയർ കൊടുക്കേണ്ടത്, അല്ലാതെ ലോസ് എന്നല്ല. അപ്പോൾ ഇത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടേ പറ്റുള്ളൂ. 55 ഇതിൻ്റെ ആൻസർ വരും, 55. ഇനി അടുത്തത്, ഡാഷ് ഈസ് ദ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി is permitted to issue. Dash is the amount of share capital that a company is permitted to issue. കമ്പനി മാക്സിമം ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പെർമിഷനുള്ള ഷെയർ ക്യാപിറ്റൽ നമ്മൾ എന്താ വിളിക്കുക? ഓതറൈസ് ഷെയർ ക്യാപിറ്റൽ എന്നല്ല വിളിക്കുക, ഓതറൈസ് ഷെയർ ക്യാപിറ്റൽ. ഇതാണ് മാക്സിമം പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. വെൻ ഷെയർസ് ആർ ഫോർഫീറ്റഡ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത്. ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട ഏത് എമൗണ്ടാണ്? എമൗണ്ട് കോൾഡ് അപ്പ് അല്ലേ? എമൗണ്ട് കോൾഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി ഫോർഫീച്ചർ ഓഫ് ഷെയർ റിസൾട്ട് ഇൻ ദി റിഡക്ഷൻ. ഫോർഫീറ്റ് ചെയ്യുമ്പം എന്താണ് കുറയാൻ? ഓതറൈസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അല്ലേ കുറയാം? അവിടെ നിങ്ങളിപ്പം മൊത്തം ഒരു 5,000 ഷെയർ ഉണ്ട്, 10 രൂപേൻ്റെ ഷെയറാണ്, 10 രൂപേൻ്റെ ഷെയറാണെന്ന് വിചാരിക്കുക. അതിൽ 4,000 ഷെയർ ഹോൾഡേഴ്സ് ഫുള്ള് തന്നു. 1,000 ഷെയർ ഹോൾഡർ 10 സ്ഥാനത്ത് 6 തന്നിട്ടുള്ളൂ. അപ്പോൾ 4,000 എന്ന് പറയുമ്പോൾ 40, ഇവിടെ 1,000 × 6,000, മൊത്തം ഷെയർ ക്യാപിറ്റൽ എത്ര ആവും?
46,000 ഉണ്ടാവും പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അല്ലേ. നമ്മൾ ഈ ബാക്കി തരാത്തത് കാരണം 1000 ഇൻറ്റു 10 നമ്മൾ ഫോർഫീ ചെയ്യും. അവിടെ അല്ലേ ഫോർഫീ ചെയ്യുമ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കുറയൂലേ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കുറയും. ക്ലിയർ അല്ലേ. പിന്നെ അതുമല്ല നമ്മൾ ഈ 4 വിളിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യും വിളിക്കുമ്പോൾ തന്നെ. പിന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കോൾസിനർ കാണിക്കും, പക്ഷേ ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ എന്തായാലും പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലാണ് ഇതിൽ കുറയൽ. നമ്മൾ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കുറയും. ഇനി ശ്രദ്ധിക്കുക, ഷെയർ ക്യാൻ ബി ഫോർഫീറ്റഡ്. ഷെയർ ഫോർഫീറ്റ് ചെയ്യും ഫോർ ഫെയിലർ ഓഫ് അറ്റൻഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാത്ത കാരണം ഷെയർ ഫോർഫീറ്റ് ചെയ്യും ഇല്ല. ഫോർ ഫെയിലർ ടു റീപേ ലോൺ അതൊന്നും വരില്ല. ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് കോൾ മണി, ഇതാണ് ഇതിൻ്റെ ആൻസർ. ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് കോൾ മണി. ബാക്കിയൊന്നും ഇത് വരില്ല, ഫോർഫീറ്റ് ചെയ്യാനുള്ള കാരണങ്ങളായിട്ട് വരില്ല. ഇനി അടുത്തത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ 1 lakh ആർ റെഡീംഡ് അറ്റ് പ്രീമിയം 5%. നമ്മൾ 5% പ്രീമിയത്തിൽ നിങ്ങൾ 1,00,000 പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്തു. ഫോർ വിച്ച് നിങ്ങൾ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. ഇതിനു വേണ്ടി 40,000 ഷെയർ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പാറിൽ തന്നെ ഇഷ്യൂ ചെയ്തത്. വാട്ട് എമൗണ്ട് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ ഉടമ? 1,00,000 പ്രിഫറൻസ് ഷെയർ പോയി, പകരം 40,000 ഇക്വിറ്റി ഷെയർ വന്നു. അപ്പോൾ 60,000 നിങ്ങൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം, CRR ക്രിയേറ്റ് ചെയ്യണം, 60,000. ഇതാണ് ആൻസർ. The financial statement of company shall be in the form provided. Financial statement of company shall be in the from provided in Schedule 3 അല്ലേ. Schedule 3 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി പാർട്ട് 1 ഓഫ് ദി Schedule 3 ഓഫ് കമ്പനീസ് ആക്ട്. പാർട്ട് 1 എന്താ, ബാലൻസ് ഷീറ്റ് അല്ലേ. പാർട്ട് 1 ബാലൻസ് ഷീറ്റാണ് പാർട്ട് 1. ഇനി അടുത്തത്, where the company covered under section 135 of the Companies Act 2013, which of the following shall be disclosed with regard to CSR activity? CSR ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഏതാണ്? വേർ ദ കമ്പനി കവേർഡ് അണ്ടർ സെക്ഷൻ 135 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷാൽ ബി ഡിസ്ക്ലോസ്ഡ് വിത്ത് റിഗാർഡ് ടു CSR ആക്ടിവിറ്റി? CSR ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഏതാണ്? എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ്. CSR ആക്ടിവിറ്റിയിൽ നമ്മൾ എന്തൊക്കെ പറയണം? എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് പറയണം. പിന്നെ ഷോർട്ട് ഫാൾ ഉണ്ടെങ്കിൽ അത് പറയണം. ഷോർട്ട് ഫാൾ ദി ഇയർ ഉണ്ട്. ഇത് രണ്ടും ഒരേ ഓപ്ഷനാണ് അല്ലേ. ഓപ്ഷൻ 2ഉം 3ഉം ഷോർട്ട് ഫാൾ. ഇതെനിക്കൊന്ന് റീസൺ ഫോർ ഷോർട്ട് ഫാൾ ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്. റീസൺ ഫോർ ഷോർട്ട് ഫാൾ പറയണം, എത്ര സ്പെൻഡ് ചെയ്തു എന്ന് പറയണം, അതൊക്കെ പറയണം. ഇതൊക്കെ ശരിയാണ്. ഓൾ ഓഫ് ദി അബോവ്. ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദി അബോവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ നോട്ട് ക്രൈറ്റീരിയ ടു ക്ലാസിഫൈ ദി ലാബിലിറ്റി ആസ് കറണ്ട് ലാബിലിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ക്രൈറ്റീരിയയിൽ പെടാത്തതാണ്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി സെറ്റിൽഡ് ഇൻ ദി കമ്പനീസ് നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഇത് വരും. ഇറ്റ് ഈസ് ഹെൽഡ് പ്രൈമർലി നോട്ട് ഫോർ ദി പർപ്പസ് ഓഫ് ബീയിങ് ട്രേഡഡ്. നോട്ടില്ല. ഇറ്റ് ഈസ് പ്രൈമർലി ഹെൽഡ് ഫോർ ദി പർപ്പസ് ഓഫ് ബീയിങ് ട്രേഡഡ് എന്നുള്ളൂ, നോട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരാം. ബാക്കി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് ഡ്യൂ ടു സെറ്റിൽ വിത്തിൻ 12 months ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് ഡേറ്റ്. ഇതും അതിൻ്റെ കറണ്ട് ലാബിലിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനുള്ള പോയിന്റുകൾ വരുന്നതാണ്. കമ്പനി ഡസ് നോട്ട് ഹാവ് ആൻ അൺകണ്ടീഷണൽ റൈറ്റ് ടു ഡെഫർ ദി സെറ്റിൽമെൻറ്റ് ഓഫ് ദ ലാബിലിറ്റി ഫോർ എ പീരീഡ് എക്സീഡിങ് 12 months. ഇതും വരുന്നതാണ്. റെഡി അല്ലേ. അപ്പോൾ ഇതൊക്കെ വരും. അതിൽ ഇത് നോട്ടായതുകൊണ്ട് അത് വരില്ല. ഇറ്റ് ഈസ് ഹെൽഡ് പ്രൈമർലി നോട്ട് ഫോർ ദി പർപ്പസ് ഓഫ് ബീയിങ് ട്രേഡഡ്. അപ്പോൾ അത് വരില്ല. ഓക്കെ. വാട്ട് ആർ ദി മേജർ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദി എൻറ്റിറ്റി? ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോയിന്റുകളാണ്. ഇതെല്ലാം ക്ലാസ്സിൽ ഇരുന്നവർക്ക് ഓർമ്മ ഉണ്ടാവും. വാട്ട് ആർ ദ മേജർ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദി എൻറ്റിറ്റി? മേജർ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദി എൻറ്റിറ്റി ഏതാണ്? വാട്ട് ആർ ദ മേജർ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദി എൻറ്റിറ്റി? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷനിൽ അങ്ങനെയൊക്കെയാണ് തരുന്നത്. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് വരും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ P&L വരും, ബാലൻസ് ഷീറ്റ് വരും, ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി അതാണ് ഉദ്ദേശിക്കുന്നത്, അത് വരും. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്, അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് വരും. റെഡിയല്ലേ. അപ്പോൾ ഇത് 4 വരും. അപ്പോൾ ഇതാണ് ആൻസർ വരേണ്ടത്. ബാക്കിയുള്ളൊന്ന് വായിച്ചു നോക്കാം നമുക്ക്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്, അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാവും. ട്രയൽ ബാലൻസ് ഒന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പാർട്ടില്ല. ഇത് വരും. ഇതിൽ ഫസ്റ്റത്തെ A കറക്റ്റാണ്, മൂന്നാമത്തെ ഓപ്ഷൻ A കറക്റ്റാണ്, B കറക്റ്റാണ്. ഫണ്ട് ഫ്ലോ വരില്ല. അപ്പോൾ മൂന്നാമത്തതും തെറ്റാണ്. ഫേസ് ഓഫ് ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ്
ക്യാഷ് ബുക്ക് ഒന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമല്ല. അപ്പോൾ ഇതിൽ ബാക്കി 3 തെറ്റാണ്. എ ആണ് ഇതിൽ ശരി, അതായത് ഓപ്ഷൻ 1 ആണ്, ഇതാണ് ശരി. ഓക്കെ, ഇനി അടുത്തത്, ഇഫ് ദ ടേൺ ഓവർ ഓഫ് ദ കമ്പനി ഈസ് ലെസ് ദാൻ 100 crore, ഒരു കമ്പനിൻ്റെ ടേൺ ഓവർ ഒരു 100 കോടിയിൽ കുറവാണെങ്കിൽ ദ ഫിഗർ അപ്പിയർ ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷാൽ ബി റൗണ്ട് ഓഫ് ദി നിയറസ്റ്റ്. റൗണ്ട് ഓഫ് ആണ്, റൗണ്ട് ഓഫ് നിയറസ്റ്റ് 1000 rupees 100 അല്ലെങ്കിൽ മറ്റേ മില്യണോ അതിൻ്റെ ഡെസിമലിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് റൗണ്ട് ചെയ്യാം. ലെസ് ദാൻ ഏതാണ് 100 crore ആണെങ്കിൽ നിയറസ്റ്റ് 100,000 അല്ലെങ്കിൽ 1,00,000 അല്ലെങ്കിൽ മില്യണ് അതിൻ്റെ ഡെസിമലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡെസിമൽ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ നിയറസ്റ്റ് 100, 1000, ലാക്ക്, മില്യണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക, അല്ലേ? ഇനി അടുത്തത്, അണ്ടർ വിച്ച് ഹെഡിങ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഏതിലാണ് വരിക? ബാലൻസ് ഷീറ്റ് ഏത് ഇതിൻ്റെ അണ്ടറിലാണ് വരിക? ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി നോൺ കറണ്ട് ലയബിലിറ്റിൻ്റെ അണ്ടറില്ല വരിക, നോൺ കറണ്ട് ലയബിലിറ്റിൻ്റെ അണ്ടറിലാണ് വരിക. അസറ്റ് ഷാൽ ബി ക്ലാസിഫൈഡ് ആസ് കറണ്ട്. അസറ്റ് എപ്പോഴാണ് കറണ്ടായിട്ട് ക്ലാസിഫൈ ഉണ്ടായി? ഇഫ് ഇറ്റ് ഈസ് ഹെൽഡ് പ്രൈമർലി ഫോർ ദി പർപ്പസ് ഓഫ് ബീയിങ് ട്രേഡ്, വിൽക്കാൻ വെച്ചതാണെങ്കിൽ അത് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ക്ലാസിഫൈ സച്ച് ആസ് നോൺ കറണ്ട് അസറ്റ്, ഇത് അതിൽ വരുന്നില്ല. കറണ്ട് അസറ്റായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന പോയിന്റിൽ ഇത് വരുന്നില്ല. ഇറ്റ് ഈസ് the asset normal operating cycle cannot be added. ഇതൊന്നും വരുന്നില്ല. 4 പോയിൻ്റാണ്. ഒന്ന് എന്താണ്, നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റിയലൈസ് ചെയ്യാൻ പറ്റണം. പിന്നെ ഹെൽഡ് പ്രൈമർലി ഫോർ ദി പർപ്പസ് ഓഫ് ബീയിങ് ട്രേഡ്. പിന്നെ എന്താണ്, റിപ്പോർട്ടിംഗ് ഡേറ്റിൻ്റെ അവിടുന്ന് 12 മാസത്തിനുള്ളിൽ റിയലൈസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ഈ 4 പോയിൻ്റാണ്. അപ്പോൾ ഇത് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ആൻസർ വരിക. ഇനി അടുത്തത്, എ ലാബിലിറ്റി ഷാൽ ബി ക്ലാസിഫൈഡ് ആസ് കറണ്ട്. ഒരു ലാബിലിറ്റി കറണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും എപ്പോഴാണ്? താഴെ പറയുന്നതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ. ഏതൊക്കെ കണ്ടീഷൻ? ഒന്ന്, ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി സെറ്റിൽ ഇൻ ദി കമ്പനീസ് നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ലാബിലിറ്റി when it satisfy any of the following criteria. It is expected to be settled, ഇത് കറക്റ്റ് അല്ലേ? It is due to be settled within 12 months after the reporting date, ഇതും കറക്റ്റാണ്. ഇനി the company does not have an unconditional right to defer the settlement of liability at least 12 months after the reporting date, ഇതും കറക്റ്റാണ്. അപ്പോൾ all of the above വരും, all of the above. Which of the following appear under the heading reserve and surplus? ഇതിൽ റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിൽ വരുന്ന ഏതൊക്കെയാണ് ചോദിക്കുന്നത്? ഷെയർ ഓപ്ഷൻ, അതായത് സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, അതായത് നമ്മൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനിൽ പഠിച്ചില്ലേ, നമ്മൾ എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ബിറ്റ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിലാണ് കൊണ്ട് കാണിക്കാം. കാരണം നമ്മൾ പ്രോഫിറ്റ് നിന്ന് മാറ്റി വെച്ച എമൗണ്ടാണ് അവിടെ അല്ലേ. അപ്പോൾ ഇത് റിസർവ് ആൻഡ് സർപ്ലസിലാണ് കാണിക്കുക. അപ്പോൾ ഇത് കറക്റ്റാണ്. ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്, ഇത് അവിടെ അല്ല വരാം, ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് വരാം. ലോങ് ടേം പ്രൊവിഷൻസ്, ഇത് ഇവിടെ വരാം, അതർ കറണ്ട് ലയബിലിറ്റിയിലാണ് വരാം. ഷെയർ അപ്ലിക്കേഷൻ മണി ഡ്യൂ ഫോർ റീഫണ്ട്, ഇതൊന്നും ഇവിടെ വരില്ല, അവിടെ അല്ലേ. അപ്പം റിസർവ് ആൻഡ് സർപ്ലസിൽ വരുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് ആൻസർ, ഫസ്റ്റ് വൺ ആണ് ആൻസർ. ഇൻ ദി ബാലൻസ് ഷീറ്റ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വിൽ ബി ഷോൺ ആസ് ലയബിലിറ്റി. ബാലൻസ് ഷീറ്റിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കും. ഏത് ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണ് കാണിക്കുക എന്നാണ് ചോദിക്കുന്നത്. അതർ കറണ്ട് ലയബിലിറ്റി, ഷോർട്ട് ടൈം ബോറോയിങ്സ്, കറണ്ട് ലയബിലിറ്റി, ഏതാണ് ഷോർട്ട് ടൈം ബോറോയിങ്സ് അല്ലേ, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഷോർട്ട് ടൈം ബോറോയിങ്സ്. ഇൻ ദി ബാലൻസ് ഷീറ്റ് കോൾസ് ഇൻ അരിയർ വിൽ ബി ഷോൺ. ബാലൻസ് ഷീറ്റിൽ കോൾസ് ഇൻ അരിയർ നമ്മളെന്താ ചെയ്യുക, ഷെയർ ക്യാപിറ്റലിൻ്റെ നോട്ടിൽ, ഷെയർ ക്യാപിറ്റൽ ലാബിലിറ്റി സൈഡിലാണ് ഷെയർ ക്യാപിറ്റൽ വരിക. ഷെയർ ക്യാപിറ്റലിൻ്റെ നോട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് കുറച്ച് കാണിക്കും, ലെസ് കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞിട്ട് ഷെയർ ക്യാപിറ്റലിൻ്റെ നോട്ടിൽ ഇടയില്ലേ. ഇപ്പോൾ ലാബിലിറ്റി സൈഡിലാണ് വരിക. ഇപ്പോൾ ലാബിലിറ്റി സൈഡ്, ഇതാണ് ആൻസർ. ഇനി അടുത്തത്, ഫ്യൂച്ചർ ലിമിറ്റഡ് ഹാഡ് ഫോളോയിങ് ഐറ്റംസ് അണ്ടർ ദ ഹെഡ് റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിൽ എന്തൊക്കെ ഉണ്ട്? സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട് 80, ഇൻ ലാക്കാണ് 80 ലാക്ക് ഉണ്ട്. ക്യാപിറ്റൽ റിസർവ് 60 ലാക്ക് ഉണ്ട്. ജനറൽ റിസർവ് 90 ലാക്ക് ഉണ്ട്. കമ്പനി ഹാഡ് അക്യുമുലേറ്റഡ് ലോസ് 250 ഉണ്ട്. റിസർവ് ആൻഡ് സർപ്ലസ് ബാലൻസ് ഷീറ്റിൽ എത്ര കാണിക്കണം? അക്യുമുലേറ്റഡ് ലോസ് നമ്മൾ നെഗറ്റീവ് ഫിഗർ ആയിട്ട്, റിസർവ് ആൻഡ് സർപ്ലസിൽ നെഗറ്റീവ് ഫിഗർ ആയിട്ടാണ് കാണിക്കുക. P&L ലോസ് നെഗറ്റീവ് ഫിഗർ ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക,
ബാക്കിയെല്ലാം പോസിറ്റീവ് ഫിഗർ, റിസർവും ബാക്കി പ്രോഫിറ്റൊക്കെ പോസിറ്റീവായിട്ടും ആക്കി, ലോസ് നെഗറ്റീവ് ഫിഗറായിട്ട് കാണിക്കും. അപ്പം നെറ്റ് എമൗണ്ട് എത്ര വരുന്നതാണ് നോക്കുന്നത്. ഇപ്പോൾ 80ഉം 60ഉം കൂടെ കൂട്ടിയാൽ എത്ര, 80ഉം 60ഉം കൂടെ കൂട്ടാൽ 150, 150ഉം 90, 230, 230 മൊത്തം പോസിറ്റീവ് ഫിഗർ ഉള്ളത്, നെഗറ്റീവ് ഫിഗർ 250. അപ്പോൾ ഇത് രണ്ട് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ -20 റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ ബാലൻസ് ആയിട്ടുണ്ടാവുക, -20. ഇതാണ് ആൻസർ. ഇനി ഇൻ ദി നോട്ട്സ് ടു അക്കൗണ്ട്സ് ഓഫ് കണ്ടിജൻറ്റ് ലയബിലിറ്റി ഷാൽ ബി ക്ലാസിഫൈഡ് ആസ്, കണ്ടിജൻറ്റ് ലയബിലിറ്റിൻ്റെ നോട്ടിൽ വരുന്നത് എന്തൊക്കെയാണ്? ക്ലെയിംസ് അഗേൻസ്റ്റ് കമ്പനി വരും. ക്ലെയിംസ് അഗേൻസ്റ്റ് കമ്പനി നോട്ട് അക്നോളജ് ആസ് ഡെപ്റ്റായിട്ട് അക്നോളജ് ചെയ്തില്ല. കമ്പനിക്കെതിരെ ഒരാൾ ക്ലെയിം എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ എന്തെങ്കിലും ചോദിച്ചിട്ട് എന്തെങ്കിലും കേസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്, റെഡിയല്ലേ, അത് കണ്ടിജൻറ്റ് ലയബിലിറ്റി ആയിട്ട് വരും. ഗ്യാരണ്ടി, കമ്പനി ആർക്കെങ്കിലും ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കണ്ടിജൻറ്റ് ലയബിലിറ്റി ആയിട്ട് വരും. അതർ മണി ഫോർ വിച്ച് കമ്പനി ഈസ് കണ്ടിജൻ്റ്ലി ലയബിൾ, വേറെ എന്തെങ്കിലും പൈസ കമ്പനി ലയബിൾ ആവാൻ ചാൻസ് ഉള്ള വേറെ എന്തെങ്കിലും പൈസ, ഇതൊക്കെ ഓൾ ഓഫ് ദീസ് ആണ് ഇപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക. കണ്ടിജൻറ്റ് ലയബിലിറ്റീൻ്റെ നോട്ടിൽ നമ്മൾ കാണിക്കുന്ന സാധനങ്ങളാണ് അതെല്ലാം. ഇൻ കേസ് ഓഫ് പർച്ചേസ് ഓഫ് അസറ്റ് അണ്ടർ ദി ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം, ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആഫ്റ്റർ 12 months ഫ്രം ദി റിപ്പോർട്ടിംഗ് ഡേറ്റ് ആർ ഷോൺ ആസ്. ഇൻ കേസ് ഓഫ് പർച്ചേസ് ഓഫ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആഫ്റ്റർ 12 months ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് ഡേറ്റ്, 12 മാസം കഴിഞ്ഞിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, 12 മാസം കഴിഞ്ഞിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ് നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കും. നമ്മൾ പൈസ കൊടുക്കാനുള്ളതാണ്. 12 മാസം കഴിഞ്ഞിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കും. നോൺ കറണ്ട് ലയബിലിറ്റി. ഇനി ആസ് പെർ ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013, while preparing the financial statement in case of finance company, interest received from borrower should be, as per Schedule 3 Companies Act 2013, while preparing the financial statement in case of finance company, interest received from borrowers should be shown under. ഫിനാൻസ് കമ്പനി അല്ലേ, ഫിനാൻസ് കമ്പനീൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫിനാൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്താണ്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ അല്ല, അവരുടെ മെയിൻ ഇൻകം ആണ്, റവന്യൂ ഫ്രം ഓപ്പറേഷനാണ്. ഇൻട്രസ്റ്റും ഫിനാൻസിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ബാങ്കിങ് ഫിനാൻസിങ് കമ്പനി ആണെങ്കിൽ ഷെഡ്യൂൾ 3 അല്ല, നോൺ ബാങ്കിങ് ഫിനാൻസിങ് കമ്പനി ആണെങ്കിൽ അവർ ഷെഡ്യൂൾ 3 ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ അവരെ മെയിൻ ഇൻകം ആണ് എന്ത്, മറ്റേ ഇൻട്രസ്റ്റ്, അത് അവർ റവന്യൂ ഫ്രം ഓപ്പറേഷനിലാണ് കാണിക്കേണ്ടത്. ഇൻവെൻട്രീസ് ആർ വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് ഡാഷ് ഓർ ദി നെറ്റ് റിയലൈസബിൾ കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ ലോവർ അല്ലേ, ഇതിൻ്റെ ലോവറാണ് കോസ്റ്റിൻ്റെ, അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ വരിക. The amount of calls in advance not yet adjusted till balance sheet date is shown under. അതായത് amount of calls in advance not yet adjusted till balance sheet date shown under. കോൾസ് ഇൻ അഡ്വാൻസ് അഡ്ജസ്റ്റ് ചെയ്യാത്ത, അതായത് അഡ്വാൻസ് ആയിട്ട് കിട്ടി, നമ്മൾ കോളിലേക്ക് അത് എന്ത് ചെയ്തിട്ടില്ല, റെസ്പെക്റ്റീവ് കോളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, അതിന് ചിലപ്പോൾ ടൈം ആയിട്ടുണ്ടാവില്ല, ഡ്യൂ ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ കറണ്ട് ലാബിലിറ്റിയാണ്. അപ്പം അടുത്ത പീരീഡിൽ തന്നെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ കറണ്ട് ലാബിലിറ്റിയിൽ ഏത് ഹെഡിൽ കാണിക്കും? കറണ്ട് ലാബിലിറ്റിയിൽ 4 ഹെഡാണുള്ളത്. ഒന്നെന്താണ്, ഒന്ന് ഷോർട്ട് ടൈം ബോറോയിങ്, അതിൽ കാണിക്കാൻ പറ്റില്ല. പിന്നെ ട്രേഡ് പേബിൾസ്, അതിൽ കാണിക്കാൻ പറ്റില്ല. പിന്നെ അതർ കറണ്ട് ലാബിലിറ്റി, അതിലാണ് കാണിക്കേണ്ടത്. ഷോർട്ട് ടൈം പ്രൊവിഷനിലും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വരുന്നത് അതർ കറണ്ട് ലാബിലിറ്റിയിലാണ്. ഇനി പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഈസ് ട്രീറ്റഡ് ആസ് എന്താണ്? കണ്ടിജൻറ്റ് ലയബിലിറ്റി, കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. എന്താണ്? കണ്ടിജൻറ്റ് ലയബിലിറ്റിയാണ്. ക്യാഷ് റെസിപ്റ്റ്സ് ഫ്രം ഡിസ്പോസൽ ഓഫ് ഷെയർ ഈസ് ക്ലാസിഫൈഡ് അണ്ടർ. ക്യാഷ് റെസിപ്റ്റ് ഫ്രം ഡിസ്പോസൽ ഓഫ് ഷെയർ ഈസ് ക്ലാസിഫൈഡ് അണ്ടർ. ക്യാഷ് റെസിപ്റ്റ് ഫ്രം ഡിസ്പോസൽ ഓഫ് ഷെയർ ഡിസ്പോസ് ചെയ്യുന്ന ഷെയർ വിൽക്കാം അല്ലേ, ഷെയർ വിറ്റിട്ട് ക്യാഷ് കിട്ടുമെന്ന് ക്ലാസിഫൈ ഏത് ആക്ടിവിറ്റിയിൽ വരുന്നതായിരിക്കും. ഷെയർ വിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെയർ തന്നെ നമ്മൾ കൊടുക്കുന്നതിന് ഷെയർ ഇഷ്യൂ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വിൽക്കുക എന്ന് പറയുമ്പോൾ വേറെ കമ്പനീൻ്റെ ഷെയറാണ് ഉദ്ദേശിക്കുന്നത്. വേറെ കമ്പനീൻ്റെ ഷെയർ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വിൽക്കാമെന്നായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ ഡിസ്പോസൽ ഓഫ് ഷെയർ എന്നല്ല പറഞ്ഞത്, അപ്പോൾ ഷെയർ വിൽക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യില്ല, നമ്മുടെ ഷെയർ ഇഷ്യൂ ചെയ്യില്ല. അപ്പോൾ വേറെ കമ്പനീൻ്റെ ഷെയറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതിലാണ് വരും? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് വരിക. ദ മെയിൻ ഡിഫറൻസ് ഇൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഈസ് കാൽക്കുലേറ്റഡ്. അതായത് ക്യാഷ് ഫ്ലോൻ്റെ ഡയറക്റ്റ് മെത്തേഡ് ഇൻഡയറക്റ്റ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഏത് ആക്ടിവിറ്റിയിൽ മാത്രമേ ഉള്ളൂ? ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് തമ്മിൽ വ്യത്യാസം ഏത് ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ മാത്രമല്ലേ ഉള്ളൂ. ഇനി അടുത്തത്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്.
ഓപ്പറേറ്റിംഗ് അല്ല. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രിപ്പയറിംഗ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ല, മൊത്തം ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് ടു ഡിറ്റർമിൻ എബിലിറ്റി ഓഫ് എൻറ്റിറ്റി ടു ജനറേറ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ഇത് കറക്റ്റാണ്. ഇതൊരു ഇതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നതാണ്. എബിലിറ്റി ഓഫ് ദി എൻറ്റിറ്റി ടു ജനറേറ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. അത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി. മീറ്റ് ദി നീഡ്സ് ഓഫ് എൻറ്റിറ്റി യൂട്ടിലൈസ് ആൻഡ് ക്യാഷ് ഫ്ലോസ്. നീഡ്സ് ഓഫ് ദ എൻറ്റിറ്റി ടു യൂട്ടിലൈസ് ദി ക്യാഷ് ഫ്ലോ. ഇതും കറക്റ്റാണ്. ടു അസർട്ടൈൻ ഗ്രോസ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. അപ്പോൾ ഇതിൽ ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ വരിക. ഓൾ ഓഫ് ദി അബോവ്. അടുത്ത് വെൻ കമ്പനി പർച്ചേസ് ഇറ്റ്സ് ഓൺ ഷെയർസ് ഇറ്റ് റെക്കോർഡ് when company purchase its own shares it record a cash inflow, cash outflow, no effect on cash flow, none of the above. റീപർച്ചേസ് ഇറ്റ്സ് ഓൺ ഷെയർ എന്ന് പറഞ്ഞാൽ ബൈബാക്ക് ഏതിലാണ് വരിക? ഷെയറുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റി ഏതിലാണ് വരിക? അത് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ എന്ന് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ പൈസ അങ്ങോട്ടല്ലേ കൊടുക്കേണ്ടത് അല്ലേ. റീപർച്ചേസ് ഓഫ് ഓൺ ഷെയർസ് എന്ന് പറഞ്ഞാൽ ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, ക്യാഷ് ഔട്ട്ഫ്ലോ. ഇനി അടുത്തത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ബിഗിൻ വിത്ത് ഏത് ആക്ടിവിറ്റിയാണ്? ഇൻവെസ്റ്റിംഗ് ആണോ? ഫസ്റ്റ് നമ്മൾ ഏത് ആക്ടിവിറ്റിയാണ്? ഓപ്പറേറ്റിംഗ് അല്ലേ കാണിക്കുക, ഓപ്പറേറ്റിംഗ്. ഇനി അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് ക്യാഷ് ഇക്വലൻറ്റ്? ഇതിൽ 4 ഓപ്ഷൻ നിങ്ങളെ മെറ്റീരിയലിൽ മീൻസ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും എല്ലാത്തിലും 4 ഓപ്ഷനുണ്ട്. ഇതിൽ 4 ഓപ്ഷനിലില്ല, ഇത് 3 ഓപ്ഷനേ ഉള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് ക്യാഷ് ഇക്വലൻറ്റ്? ഇതിൽ ക്യാഷ് ഇക്വലൻസ് അല്ലാത്ത ഇത് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ തൽക്കാലം നമ്മൾ അപ് ടു 3 മന്താന്ന് വിചാരിക്കുക. 3 മന്ത് ഈ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആണ്. ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്ന, ഫോർ എക്സാമ്പിൾ ഗോൾഡ് പോലത്തെ, അതാണ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്, അക്കാഡമിക്കലി ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മെച്യൂരിറ്റി പീരീഡ് 3 മന്ത് വരെയുള്ള ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? ക്യാഷ് ഇക്വലൻസ് ആയിട്ടാണ് കാണുക. പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? ക്യാഷ് ഇക്വലൻസ് ആണ്. അപ്പോൾ ഷോർട്ട് ടേം എന്നുള്ളത് നമ്മൾ ഇവിടെ അപ് ടു 3 മന്തായിട്ട് അസ്യൂം ചെയ്യുകയാണ് ഇതിൽ. അപ്പോൾ അപ് ടു 3 മന്തായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇത് എന്താണ്? ക്യാഷ് ഇക്വലൻസ് ആണ്. ബിൽസ് റിസീവബിൾ ക്യാഷ് ഇക്വലൻസ് അല്ല. കൊമേഴ്ഷ്യൽ പേപ്പർ ക്യാഷ് ഇക്വലൻസ് ആണ്. ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ പേപ്പർ എന്താണ്? ക്യാഷ് ഇക്വലൻസ് ആണ്. കേട്ടില്ലേ? അപ്പോൾ ഇതിൽ ക്യാഷ് ഇക്വലൻസ് അല്ലാത്ത ഏതാണ്? ബിൽസ് റിസീവബിൾ ആണ്. ബിൽസ് റിസീവബിൾ. ഇനി അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ ക്യാഷ് എക്സ്പെൻസ്? നോൺ ക്യാഷ് എക്സ്പെൻസിൻ്റെ എക്സാമ്പിൾ ഡിപ്രിസിയേഷൻ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ആൻസർ ആണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. വേജ് ആൻഡ് സാലറി അല്ല, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് അല്ല, ഓൾ ഓഫ് ദീസ് വരില്ല. അപ്പോൾ ഡിപ്രിസിയേഷൻ എന്നാണ് ആൻസർ. ഇഫ് ദ നെറ്റ് പ്രോഫിറ്റ് 90,000 ആണ്, ഡെപ്റ്റേഴ്സ് ആർ ഡിക്രീസ്ഡ്, ഡെപ്റ്റേഴ്സ് കുറഞ്ഞു 20,000. ഡെപ്റ്റേഴ്സ് കുറഞ്ഞാൽ എന്താ ചെയ്യുക? കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ്. കറണ്ട് അസറ്റ് കുറഞ്ഞു എന്നല്ല പറഞ്ഞത്, ഡെപ്റ്റേഴ്സ് ആർ ഡിക്രീസ്. കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ. കുറഞ്ഞാൽ ആഡ് ചെയ്യണം. അപ്പോൾ 1,10,000 വരും. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി 1,10,000 വരും. ഇനി അടുത്തത് 50 അല്ലേ, 51 നമുക്ക് 1 മണിക്കൂർ ഡിസ്കസ് ചെയ്യാം. 1 മണിക്കൂർ പറ്റുന്ന അത്രയും ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തത് ഇൻക്രീസ് ഓഫ് ബിൽസ് റിസീവബിൾ ബൈ 30,000. 50 എണ്ണമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ 50 എണ്ണമായി. നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ ഒരു ഡിസ്കഷൻ ആക്കി. ഏതായാലും നമ്മൾ ഇതിനു വേണ്ടി ഇതാക്കിയില്ലേ, നമുക്ക് എന്തായാലും നോക്കാം. ഇൻക്രീസ് ഓഫ് ബിൽസ് റിസീവബിൾ ബൈ 30. ബിൽസ് റിസീവബിൾ 30,000 കൂടി. റിസൾട്ടിങ് ബിൽസ് റിസീവബിൾ അസറ്റാണ്, കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ് കൂടി എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഡിഗ്രീസ് ഇൻ ക്യാഷ്, ഇൻക്രീസ് ഇൻ ക്യാഷ്, നോ എഫക്റ്റ് ഓഫ് ഓൾ ഓഫ് ദീസ്. ഡിഗ്രീസ് ഇൻ ക്യാഷ് നമുക്കിതിൽ ആൻസറായിട്ട് ചൂസ് ചെയ്യേണ്ടി വരും. ശരിക്കും ഡിഗ്രീസ് ഇൻ ക്യാഷ് എന്നല്ല, ഡിഡക്റ്റ് ഫ്രം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഡിഡക്റ്റ് എന്നോ ആഡ് ലെസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ കൊടുക്കുന്നതാണ് ഇതിന് കറക്റ്റ്. ഡിക്രീസ് ഇൻ ക്യാഷും ഇൻക്രീസ് ഇൻ ക്യാഷും ഒന്നും കൊടുക്കുന്നതിന് ഒരു നല്ലൊരു ഓപ്ഷൻ അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഡക്ഷനാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്, ലെസ്സാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിക്രീസ് ഇൻ ക്യാഷ് കൊടുത്തു. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആസ് ട്രീറ്റഡ് ആസ് ഡാഷ് ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഇക്വലൻസ് ആണ്. പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അപ്പോൾ അത് ക്യാഷ് ഇക്വലൻസിൽ വരും. ഇതാണ് ആൻസർ വരിക. ആൻ എക്സാമ്പിൾ ഓഫ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇതിൽ ഫിനാൻസിങ് ആക്ടിവിറ്റിൻ്റെ എക്സാമ്പിൾ ഏതാ ചോദിക്കുന്നത്? പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഫിനാൻസിങ് ആക്ടിവിറ്റി അല്ലേ. പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് കറക്റ്റാണ്. റെസിപ്റ്റ് ഓഫ് ഡിവിഡൻറ്റ് അല്ല, അത് ഇൻവെസ്റ്റിങ്ങിലാണ് വരിക. ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ, അത് ഓപ്പറേറ്റിങ്ങിലാണ് വരിക. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റിങ്ങിലാണ് വരിക.
അപ്പോൾ ഇതിൽ ഫിനാൻസിങ്ങിൽ വരുന്ന ഏത് മാത്രമേ ഉള്ളൂ, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് മാത്രമേ ഉള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സോഴ്സ് ഓഫ് ക്യാഷ്. ഇതിൽ സോഴ്സ് ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞാൽ ഫണ്ട് ഫ്ലോൻ്റെ ഒരു ഇതാണ് വരുന്നത്, ഫണ്ട് ഫ്ലോൻ്റെ ടേമാണ് സോഴ്സ് ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സോഴ്സ് ഓഫ് ക്യാഷ് നമ്മളിപ്പോൾ ഇൻഫ്ലോ ഉള്ളത് ഏതാണെന്ന് ഉദ്ദേശിച്ച് തൽക്കാലം അങ്ങനെ ആലോചിച്ചാൽ മതി. ക്യാഷ് ഇൻഫ്ലോ ഉള്ള ഏതാണ് ഇതിൽ? ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. അവിടെ ഫണ്ട് ഫ്ലോനെ സംബന്ധിച്ചിടത്തോളം സോഴ്സ് ഓഫ് ക്യാഷ് ആലോചിച്ച് ഫണ്ട് ഫ്ലോനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇവിടെ നോ ഫ്ലോ ആണ്, ഫ്ലോ ഇല്ല. കാരണം ബാങ്ക് അക്കൗണ്ട് ബിറ്റ് ടു ക്യാഷ് അല്ലേ വരുന്നത്, അപ്പോൾ ഫ്ലോ ഇല്ല. ഇനി ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്, ഇതിനും ഫ്ലോ ഇല്ല. അവിടെ അല്ലേ സെയിൽ ഓഫ് ഗുഡ്സ് കോസ്റ്റിംഗ് 20,000 ആകും. സെയിൽ ഓഫ് ഗുഡ്സ് ഇത് ക്യാഷ് ഫ്ലോ ഉള്ളതാണ്, സോഴ്സാണ്, പൈസ ഇങ്ങോട്ട് വരില്ല സെയിൽ ചെയ്യുമ്പോൾ. ഡിപ്രിസിയേഷൻ നോൺ ക്യാഷ് ആയിട്ടാണ്. അപ്പോൾ ഇതിൽ ആൻസർ സെയിൽ ഓഫ് ഗുഡ്സ് ആണ് വരിക. ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ബോറോയിങ് ഈസ് എക്സ്പെൻസ് റിലേറ്റിംഗ് ടു ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ബോറോയിങ് ഈസ് എക്സ്പെൻസ് റിലേറ്റിംഗ് ടു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. Interest on long-term borrowings is an expense. Interest on long-term borrowing is an expense relating to investing activity. Long-term borrowings പറഞ്ഞാൽ നമ്മൾ ലോണൊക്കെ എടുക്കുന്നത് ലോങ് ടൈമിലേക്കുള്ളതാണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിലാണ് വരിക, ഫിനാൻസിലോ ബോറോയിങ് ലോണൊക്കെ ഇതിലാണ് വരിക, ഫിനാൻസിങ്ങിലാണ് വരിക. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റും ഫിനാൻസിങ്ങിലാണ് വരിക, ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് വരിക. ഇനി അടുത്തത് എന്താണ്? എ കമ്പനി റിസീവ്ഡ് ഡിവിഡൻറ്റ്. കമ്പനിക്ക് ഡിവിഡൻറ്റ് കിട്ടി. എത്ര? 1 lakh ഡിവിഡൻറ്റ് കിട്ടി. ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അതർ കമ്പനി ഷെയർ. വേറെ കമ്പനീൻ്റെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 lakh ഡിവിഡൻറ്റ് കിട്ടി. ഇൻ കേസ് ഓഫ് ഫിനാൻസിങ് കമ്പനി ഇറ്റ് വിൽ ബി ക്ലാസിഫൈഡ് ആസ്. ഫിനാൻസിങ് കമ്പനി ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ മെയിൻ ആക്ടിവിറ്റിയാണ്, അവരുടെ പ്രിൻസിപ്പൽ റവന്യൂ ജനറേഷൻ ആക്ടിവിറ്റിയാണ്. എന്താണ് ഫിനാൻസിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ലെൻഡിങ് മണിയും അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റും അവരുടെ പ്രിൻസിപ്പൽ റവന്യൂ ജനറേഷൻ ആക്ടിവിറ്റിയാണ് അല്ലേ. കാരണം അവരെ ഇൻട്രസ്റ്റ് ഏണ്ടിൽ എന്തൊക്കെ വരും? ബാങ്കിങ് കമ്പനീൻ്റെ ഇൻട്രസ്റ്റ് ഏണ്ടിൽ എന്തൊക്കെ വരും? എന്നൊക്കെ ഈ ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരും, പല ലോണിൻ്റെ ഇൻട്രസ്റ്റ് വരും. ഡിസ്കൗണ്ട് ഓൺ ബില്ല് വരും. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അവരുടെ മെയിൻ ആക്ടിവിറ്റിയാണത് അല്ലേ. അപ്പോൾ അവരെ പ്രിൻസിപ്പൽ റവന്യൂ ജനറേഷൻ ആക്ടിവിറ്റി വരുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത് കമ്പനി റിസീവ്ഡ് ഡിവിഡൻറ്റ് 1 lakh. ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഡിവിഡൻറ്റ് ഇല്ലേ, അത് അവരെ ഓപ്പറേറ്റിങ്ങിലാണ് വരിക. ഇനി അടുത്തത് അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ ഈസ് ക്ലാസിഫൈഡ് ആസ്. കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുക, അപ്പോൾ സെയിലുമായി കണക്ട് ചെയ്താണ് ഇത് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിലാണ് വരിക, ഓപ്പറേറ്റിങ്ങിലാണ് വരിക. അക്വയർഡ് ദി അസറ്റ് ഓഫ് എ കമ്പനി ത്രൂ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. Acquired asset of a company through issue of equity shares is classified as. ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് അസറ്റ് അക്വയർ ചെയ്തു. ഇത് ഏത് ആക്ടിവിറ്റിയിലാണ് വരിക? ഇതൊന്നിലും വരില്ല അല്ലേ. ഷെയറുടെ ക്യാഷിൻ്റെ ഇൻഫ്ലോ ഇല്ലല്ലോ, ഔട്ട്ഫ്ലോ ഒന്നും ഇല്ലല്ലോ, ക്യാഷിൻ്റെ ഫ്ലോ ഇല്ല. കാരണം അസറ്റ് വന്നു, ഷെയർ പോയി അല്ലേ, ക്യാഷിൻ്റെ ഇത് വരുന്നില്ല, അപ്പോൾ ക്യാഷ് ഫ്ലോയിൽ വരില്ല. ഇനി അടുത്തത് എ ലിമിറ്റഡ് പെയ്ഡ് അഡ്വാൻസ് ടാക്സ് കൊടുത്തു. എത്രയാണ്? 3,65,000 ഔട്ട് ഓഫ് വിച്ച് ഇതിൽ 15,000 ഈസ് റിലേറ്റിംഗ് ടു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. ഹൗ വിൽ ലിമിറ്റഡ് റിപ്പോർട്ട് പേയ്മെൻറ്റ് അഡ്വാൻസ് ടാക്സ്? ഈ അഡ്വാൻസ് ടാക്സ് കൊടുത്തതിൽ 15,000 അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ് ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പക്ഷേ അതിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ്, ഈ ലെസ് ദാൻ 3 month മെച്യൂരിറ്റി ഉള്ള ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് കിട്ടിയതെങ്കിൽ അത് ക്യാഷ് ഇക്വലൻസ് ആയിട്ട് വരും. ക്യാഷ് ഇക്വലൻസിൻ്റെ മേലെ വരുന്ന ടാക്സ് ഒക്കെ ഓപ്പറേറ്റിങ്ങിലാണ് വരിക. ഇത് ലോങ് ടൈം ആണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റിങ്ങിൽ വരാം, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റിങ്ങിലാണ് വരിക. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയതുകൊണ്ട് ഇതെല്ലാം മൊത്തം എമൗണ്ട് എങ്ങോട്ടാണ് വരാം? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലാണ് വരിക. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. റെഡി? ഇനി അടുത്തത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി -550. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി 1,250. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി 1,750. പോസിറ്റീവാണ്. ഇത് രണ്ടും നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഡിറ്റർമിൻ ദി ചേഞ്ചസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിൽ ചേഞ്ചസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. അപ്പോൾ ഇത് രണ്ടും നെഗറ്റീവ് രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,800 വരും. 1,800 നെഗറ്റീവും 1,750 പോസിറ്റീവും. അപ്പോൾ 50 ഡിഗ്രീസാണ്, നെറ്റ് ഡിഗ്രീസാണ് 50.
അപ്പോൾ ഡിഗ്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ് 50 lakh. ഇതാണ് ആൻസർ വരിക. റെഡി? ബാക്കിയൊന്നും വരില്ല. ഇൻക്രീസ് അല്ല, നോ ചേഞ്ച്, അതും വരില്ല, ഒന്നും വരില്ല. അപ്പോൾ തന്നെയാണ് ആൻസർ. ദ മെത്തേഡ് ഫോർ പ്രസൻറ്റിംഗ് നെറ്റ് ക്യാഷ് പ്രൊവൈഡഡ് ബൈ operating activities that start with net income and adjust it for items that affect reported net income but not affect the cash is called method for presenting net cash provided by operating activity that start with net income. Operating activity net income വെച്ച് തുടങ്ങുകയാണ്. ആൻഡ് അഡ്ജസ്റ്റഡ് ഐറ്റം നെറ്റ് ഇൻകം ബട്ട് നോട്ട് എഫക്ട് ദി ക്യാഷ് കോൾഡ് ഇൻഡയറക്റ്റ് മെത്തേഡിലല്ലേ നെറ്റ് ഇൻകം വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നെറ്റ് ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് വെച്ച് നമ്മൾ പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് ഏത് മെത്തേഡിലാണ്? ഡയറക്റ്റ് മെത്തേഡിലാണോ ഇൻഡയറക്റ്റ് മെത്തേഡിലാണോ? ഇൻഡയറക്റ്റ് മെത്തേഡിലല്ലേ? ഇൻഡയറക്റ്റ് മെത്തേഡിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ലിമിറ്റഡ് പർച്ചേസ്ഡ് മെഷീനറി 10 lakhൻ്റെ മെഷീനറി വാങ്ങി. ഇഷ്യൂയിങ് എ ചെക്ക് ഓഫ് റുപ്പീസ് 2,50,000 ചെക്ക് ഇഷ്യൂ ചെയ്തു. 10% ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു 7,50,000. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ മെഷീനറി വാങ്ങി, 2,50,000 ചെക്ക് കൊടുത്തു, 7,50,000 എന്ത് കൊടുത്തു? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ട്രാൻസാക്ഷൻ നമ്മൾ എങ്ങനെയാണ് കാണിക്കേണ്ടത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ 10 ലക്ഷം മെഷീനറി വന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ കാണിക്കണ്ടേ? വേണ്ട. ഇവിടെ നമുക്ക് 10 ലക്ഷത്തിൽ 2,50,000 ക്യാഷ് ആക്ടിവിറ്റി ഉള്ളൂ, ബാക്കി നോൺ ക്യാഷ് ആക്ടിവിറ്റിയാണ്, ബാക്കി ഷെയറാണ് കൊടുത്തത്. ഇതിന് ജേർണൽ എൻട്രി വരുമ്പോൾ മിഷനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ടു ബാങ്ക് എത്ര ഉള്ളൂ? 2,50,000. മിഷനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചറാണ് ബാക്കി 7,50,000. അപ്പോൾ ഇവിടെ ക്യാഷിൻ്റെ ഫ്ലോ ഉള്ളത് 2,50,000 മാത്രമാണ്. അപ്പം നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ 2,50,000 പർച്ചേസ് ഓഫ് മിഷനറി എന്ന് പറഞ്ഞിട്ട് കാണിക്കാം, ഔട്ട്ഫ്ലോ ആയിട്ട് കാണിക്കാം. റെഡിയില്ലേ? ഔട്ട്ഫ്ലോ അണ്ടർ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി 10 lakh കാണിക്കില്ല. ഔട്ട്ഫ്ലോ അണ്ടർ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി 2,50,000 ഇത് കറക്റ്റാണ്. ഔട്ട്ഫ്ലോ അണ്ടർ ഇൻഫ്ലോ ഇല്ല, അത് വരില്ല. അപ്പോൾ ആൻസർ ഇതാ വരാം. റെഡി? ഇനി അടുത്തത്, ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രസൻറ്റഡ് ബൈ P Limited, ascertain the net realizable value of stock. Cost price of certain stock amounted to rupees 60,000. Being obsolete, it can be used for production purpose after the incurring 10,000 for modification. The same could be used raw material for existing product. The purchase price of the same. അതായത് നിങ്ങളൊരു from the following information presented by P Limited, ascertain the net realizable value of stock. NRV, സ്റ്റോക്കിൻ്റെ NRV ആണ് ഞാൻ പറഞ്ഞത്. കോസ്റ്റ് പ്രൈസ് ഓഫ് സ്റ്റോക്ക് എത്രയാണ്? കോസ്റ്റ് 60,000. ഇത് ഒബ്സലേറ്റ് ആയി. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ പർപ്പസ്. ഈ സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. ആഫ്റ്റർ ഇൻക്രീങ് 10,000 ഫോർ മോഡിഫിക്കേഷൻ, 10,000 മോഡിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യും. 10,000ത്തിൻ്റെ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ദ സെയിം കുഡ് ബി യൂസ്ഡ് ആസ് റോ മെറ്റീരിയൽ ഫോർ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. ഇത് നമുക്ക് മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാം. ദ പർച്ചേസ് പ്രൈസ് ഓഫ് ദി സെയിം എമൗണ്ട് ഈസ് എത്രയാണ്? അപ്പോൾ നിങ്ങൾ ഈ റോ മെറ്റീരിയൽ വാങ്ങുകയാണെങ്കിൽ ആ റോ മെറ്റീരിയൽ 40,000 രൂപ എന്ത് ചെയ്യണം? കൊടുക്കണം. അതായത് നിങ്ങളൊരു സാധനം, ഒരു ഗുഡ്സ് വാങ്ങി, അത് ഒബ്സലറ്റായി, 60,000 രൂപയ്ക്ക് വാങ്ങിയ സാധനമാണ്. റെഡി? ഈ 60,000 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഒബ്സലേറ്റ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന വിലക്ക് വിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവർക്ക് വേറൊരു ഓപ്ഷനിൽ എന്താണെന്ന് വെച്ചാൽ, ഇവർ ഇപ്പോൾ ഉണ്ടാക്കുന്ന പുതിയ പ്രൊഡക്റ്റിന് റോ മെറ്റീരിയലായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു 10,000 രൂപേൻ്റെ എന്ത് ചെയ്യണം? മോഡിഫിക്കേഷൻ നടത്തണം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 40,000 രൂപ എടുത്ത് ഈ റോ മെറ്റീരിയൽ പുറത്തുനിന്ന് വാങ്ങാം. ഇതാണ് നമുക്ക് ഓപ്ഷൻ. അല്ലേ? അപ്പോൾ നമ്മൾ ഈ റോ മെറ്റീരിയലിൻ്റെ NRV എത്രയാണെന്നാണ് ചോദിക്കുന്നത്. റോ മെറ്റീരിയലിൻ്റെ NRV എന്ന് പറയുന്നത്
റോ മെറ്റീരിയൽ NRV എന്ന് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റാണ്. റെഡിയല്ലേ? ഇവിടെ നമ്മൾ പുതിയ ഇത് വാങ്ങാൻ 40,000 റുപ്യാണ് കൊടുക്കേണ്ടത്. 40,000 റുപ്യ. കോസ്റ്റ് പ്രൈസ് ഓഫ് എമൗണ്ട് 60,000. സെർട്ടൈൻ സ്റ്റോക്കിൻ്റെ കോസ്റ്റ് എത്രയാണ്? 60,000. ക്യാൻ ബി യൂസ്. ഇത് നമുക്ക് 10,000 റുപ്യ മോഡിഫിക്കേഷൻ 10,000 റുപ്യക്ക് വരുത്തിയിട്ട് ഇത് ഉപയോഗിക്കാം. റെഡിയല്ലേ? ദ സെയിം കുഡ് ബി യൂസ്ഡ് ആസ് റോ മെറ്റീരിയൽ ഫോർ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. ദ പർച്ചേസ് പ്രൈസ് ഓഫ് ഫോർ ദ സെയിം എമൗണ്ട് എത്രയാണ്? 40,000. പർച്ചേസ് പ്രൈസ് 40,000. റെഡി? അപ്പോൾ നമ്മളിവിടെ നിലവിലുള്ള കോസ്റ്റിന് NRV ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലെസ് ആണ് എടുക്കുക. അപ്പോൾ ഇവിടെ കോസ്റ്റ് 60,000 റുപ്യാണ്. NRV എന്ന് പറയുന്നത് നമ്മൾ ഈ ഗുഡ്സ് വിറ്റാൽ എന്ത് കിട്ടും അല്ലേ? ഇതിപ്പോൾ സ്ക്രാപ്പിനെ വിൽക്കാൻ പറ്റുള്ളൂ. ഒബ്സലേറ്റ് ആയതുകൊണ്ട് സ്ക്രാപ്പിനെ വിൽക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ വേറൊരു ഓപ്ഷനിൽ നമുക്ക് ഇതിന് കിട്ടുന്ന ബെനിഫിറ്റാണ് ഇതിൻ്റെ NRV. അപ്പോൾ നമുക്ക് 40,000 റുപ്യ വാങ്ങേണ്ട റോ മെറ്റീരിയലിന് പകരം നമുക്ക് ഇപ്പോഴത്തെ നമ്മളതിലുള്ള ഗുഡ്സ് ഉപയോഗിക്കാം. അപ്പോൾ 40,000 റുപ്യൻ്റെ ബെനിഫിറ്റ് നമുക്കുണ്ട്. 40,000 അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 40,000 റുപ്യക്ക് വേറെ റോ മെറ്റീരിയൽ വാങ്ങേണ്ടി വരും. റെഡിയല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 40,000 റുപ്യക്ക് റോ മെറ്റീരിയൽ പകരം നമ്മളെ കയ്യിലുള്ള ഒബ്സലേറ്റ് ആയിട്ടുള്ള ഗുഡ്സ് ഇല്ലേ, അത് നമുക്ക് റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ പ്രശ്നമുള്ളത് ഈ 40,000 റുപ്യൻ്റെ ഗുഡ്സ് യൂസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു 10,000 റുപ്യൻ്റെ മോഡിഫിക്കേഷൻ നമ്മൾ നടത്തണം. അപ്പോൾ നമുക്കിവിടെ നെറ്റ് ബെനിഫിറ്റ് 30,000 ഉള്ളൂ. അതാണ് ഇതിൻ്റെ NRV ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ NRV വരുന്നത് 30,000 ആണ്. 30,000. ഇനി അടുത്തത് ഒബ്ജക്റ്റീവ് ഓഫ് ബാങ്ക് ബുക്ക് കീപ്പിംഗ് സിസ്റ്റം ആർ. ഇനിയിപ്പോൾ ബാങ്കിനാണ്. ഈ ബാങ്കിൻ്റെ ഈ പറയുന്ന പോലെ ഇൻഷുറൻസിൻ്റെ ഒക്കെ നമ്മൾ തിയറി ഓൾമോസ്റ്റ് നമ്മൾ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് തിയറീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ടുള്ള തിയറീസ് ഡിസ്കസ് ചെയ്ത് ബാക്കി ഈ ബുക്ക് കീപ്പിംഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓടിച്ചു പോകാം. അങ്ങനത്തെ എന്തെങ്കിലും അതിൻ്റെ ബേസിലൊക്കെ വല്ലപ്പോഴും ഒരു MCQ വരാറുണ്ട്. അങ്ങനെ വന്നാൽ നമുക്കത് ക്ലിയർ ആവാൻ വേണ്ടി. ഒബ്ജക്റ്റീവ് ഓഫ് ബാങ്കിൻ്റെ ബുക്ക് കീപ്പിംഗ് സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? Keep up-to-date detailed ledger, balance with the trial balance every day, to keep all control accounting aggregate with the detailed ledger all of the years. ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. എനിക്ക് ബാങ്കിങ് കമ്പനീൻ്റെ ചാപ്റ്ററിൽ എനിക്ക് ഫസ്റ്റ് ഒന്നാമത്തേലോ രണ്ടാമത്തെ പേജിലോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ അപ്പോൾ അതിൻ്റെ തിയറീസ് നമ്മൾ കുറേയൊക്കെ തിയറി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണ്ടല്ല, സമയം ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ പ്യൂർ തിയറി കുറച്ച് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്തുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. എനിക്ക് തോന്നുന്നു ബാങ്കിൻ്റെ ബുക്ക് കീപ്പിംഗ് സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ് അതെനിക്ക് തോന്നുന്നു 4ാമത്തെ 5ാമത്തെ പേജിലെങ്ങാണ്ടോ പറയുന്നുണ്ട്. നിങ്ങൾ അത് മെറ്റീരിയൽ നോക്കിയാൽ മതി. അതിൽ പറയുന്ന ഒന്ന് ടു കീപ് ഡീറ്റെയിൽഡ് ലെഡ്ജർ, അപ് ടു ഡേറ്റ് ഡീറ്റെയിൽഡ് ലെഡ്ജർ, പിന്നെ ട്രയൽ ബാലൻസ്, ടു കീപ് ട്രയൽ ബാലൻസ് എവറി ഡേ, പിന്നെ ടു കീപ് ഓൾ കൺട്രോൾ അക്കൗണ്ട്സ്. ഇത് മൂന്നും അതിൽ വരുന്നതാണ്. ബാങ്കിൻ്റെ ബുക്ക് കീപ്പിംഗ് സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നതാണ്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരാം. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് സബ്സിഡറി രജിസ്റ്റർ ഓഫ് ബാങ്കിങ്. ബാങ്കിൻ്റെ ബുക്ക് കീപ്പിങ്ങിൽ 5 ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ 5 കാര്യങ്ങളാണ് വരിക. ഒന്ന് പ്രിൻസിപ്പൽ ബുക്ക്, ഒന്ന് സബ്സിഡറി ബുക്ക്, പിന്നെ സബ്സിഡറി രജിസ്റ്റർ, മെമ്മോറാണ്ടം ബുക്ക്, പിന്നെ വരുന്നത് മെമ്മോറാണ്ടം ബുക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ബുക്കും. അങ്ങനെ 5 ബുക്കാണ് ബാങ്കിൻ്റെ ബുക്ക് കീപ്പിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. അറിയല്ലേ? അതിൽ വരുന്ന ഒന്നാണ് എന്ത്, സബ്സിഡറി രജിസ്റ്റർ. ഈ സബ്സിഡറി വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് എ സബ്സിഡറി രജിസ്റ്റർ. സബ്സിഡറി രജിസ്റ്ററിൽ വരാത്ത ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് സബ്സിഡറി രജിസ്റ്ററിൽ വരാത്തത്? ഒന്ന് ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ടെലഗ്രാഫിക് ട്രാൻസ്ഫർ. ഇതൊക്കെ സബ്സിഡറി രജിസ്റ്ററിൽ വരുന്നതാണ്. അത് നിങ്ങൾ ആ തിയറിയിലൊന്ന് വായിച്ചു നോക്കാം. അതായത് ബാങ്കിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട് ഒരു 5 എണ്ണം. ഒന്ന് പ്രിൻസിപ്പൽ ബുക്ക്, സബ്സിഡറി ബുക്ക് ഉണ്ട്, സബ്സിഡറി രജിസ്റ്റർ ഉണ്ട്. മൂന്നാമത് പറയുന്നത് സബ്സിഡറി രജിസ്റ്റർ. അതിൽ പറയുന്ന കാര്യങ്ങളാണിത്. പിന്നെ അതേപോലെ മെമ്മോറാണ്ടം ബുക്കും പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ബുക്കും. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ ഈ
ഈ സബ്സിഡറി രജിസ്റ്ററിൽ പറയുന്നത് ഈ കാര്യങ്ങളാണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ടെലിഗ്രാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചാൽ തന്നെ ഈ സാധനങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് ഓടിച്ചിട്ടെങ്കിൽ നമ്മളങ്ങനെ വെറുതെ ഒന്ന് ഓടിച്ചിട്ട് MCQയിലൊക്കെ വരുമ്പോൾ ഇതൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇതിൽ അല്ലെങ്കിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ വരാത്തതെന്ന് പറയുന്നത് ഏതാണ്? ലെറ്റർ ഓഫ് ഇൻഡെംനിറ്റി. അല്ലേ, ലെറ്റർ ഓഫ് ഇൻഡെംനിറ്റി പൊതുവെ ഇൻഷുറൻസ് കമ്പനിയിൽ ഇഷ്യൂ ചെയ്യാം. ഇതിൽ വരാത്ത അതാണ്, ലെറ്റർ ഓഫ് ഇൻഡെംനിറ്റിയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരാം. റെഡി? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ ഇഷ്യൂ ചെയ്യുന്നതല്ലേ, ഇതൊക്കെ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ഇൻഡെംനിറ്റി അധികം ഇൻഷുറൻസിൻ്റെ ഇതിലാണ് വരിക. അപ്പോൾ ഇത് വരില്ല, ലെറ്റർ ഓഫ് ഇൻഡെംനിറ്റി വരില്ല, ബാക്കിയൊക്കെ വരും ഇതിൽ. ഇനി സം ഓഫ് ദി കോമൺ പർപ്പസ് ആർ ഓഫ് ബാങ്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ബുക്സ് ആർ. 5ാമത്തെ ബുക്കാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ബുക്ക്. അതിൻ്റെ പർപ്പസ് ടു റെക്കോർഡ് ആവറേജ്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ബുക്സിൻ്റെ ഒരു 3 പോയിൻ്റ് എന്താ അതിൻ്റെ താഴെ പറയുന്നുണ്ട്, 3-4 പോയിൻ്റ്. സം ഓഫ് ദി കോമൺ പർപ്പസ് ആർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ബുക്കിൻ്റെ കോമൺ പർപ്പസ് എന്താണ്? ഒന്നെന്താണ്? ടു റെക്കോർഡ് ആവറേജ് ബാലൻസ് ഇൻ ലോൺ ആൻഡ് അഡ്വാൻസസ്. പിന്നെ ഇതിൽ വരുന്നതാണ് ടു റെക്കോർഡ് ഡെപ്പോസിറ്റ് റിസീവ്ഡ് ആൻഡ് എമൗണ്ട് പെയ്ഡ് ഔട്ട് ഈച്ച് മന്ത് ഇൻ ടു റെക്കോർഡ് ആവറേജ് ബാലൻസ് ഓഫ് അസെറ്റ്. എനിക്ക് തോന്നുന്നതിൽ ഈ റെക്കോർഡ് ആവറേജ് ബാലൻസ് ഓഫ് അസെറ്റ് ഇതിൽ വരുന്നില്ല, ബാക്കിയൊക്കെ ഇതിൽ വരുന്നുണ്ട്. അല്ലേ, ബാക്കി 2 വരുന്നുണ്ട്. അപ്പോൾ ബോത്ത് 1 and 2 ആണ് ആൻസറായിട്ട് വരാം. ഇതൊക്കെ തിയറി വായിച്ചു നോക്കാം. തിയറിയിൽ ഞാൻ പറയില്ല, ബേസിക് തിയറി ഒന്ന് ഓടിച്ചു പോകാം, എക്സാമിൻ്റെ തലേന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം, അതിൽ വരുന്നതാണ്. ഇനി 68 എന്താ വരുന്നത്? 68 വരുന്നത് ഡാഷ് ഈസ് ദ എമൗണ്ട് ഓഫ് ബിൽ, ഡാഷ് ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ബിൽ ഇൻറ്റു റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് അൺഎക്സ്പയർഡ് പീരീഡ്. ഇത് ഇതിൻ്റെയാണ്, റിബേറ്റ് അല്ലേ, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിൻ്റെ ഇക്വേഷനാണത്, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് 68. ഇനി അടുത്തത് ദ സ്റ്റാറ്റസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ദി വാല്യൂ ഓഫ് സച്ച് സെക്യൂരിറ്റി മസ്റ്റ് ബി മെൻഷൻഡ് ഇൻ എവറി ബാങ്ക് ഇൻ ഷെഡ്യൂൾ. സ്റ്റാറ്റസ് ഓഫ് സെക്യൂരിറ്റി പറയേണ്ടത് ഏത് ഷെഡ്യൂളാണ്? ഷെഡ്യൂൾ നമ്പർ 2 എന്താണ്? ഷെഡ്യൂൾ നമ്പർ 2 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. റിസർവ് ആൻഡ് സർപ്ലസിൽ സെക്യൂരിറ്റീൻ്റെ സ്റ്റാറ്റസ് പറയേണ്ട ആവശ്യമില്ല. ഫോർ ബോറോയിങ്സിൻ്റെ ഷെഡ്യൂളിലും സെക്യൂരിറ്റീൻ്റെ ഇത് വരുന്നില്ല. 7 എന്താണ്? 7 ബാലൻസ് വിത്ത് ബാങ്ക്, അത് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസാണ്, അതിലും സെക്യൂരിറ്റീൻ്റെ സ്റ്റാറ്റസ് പറയേണ്ട ആവശ്യമില്ല. 9 എന്താ? അഡ്വാൻസസിൽ സെക്യൂർഡ് ആണോ അൺസെക്യൂർഡ് ആണോ ഗ്യാരണ്ടി ഉണ്ടോ അതൊക്കെ പറയണം. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ 69 ആൻസർ വരുന്നത്, 69ൻ്റെ ആൻസർ വരുന്നത് ഷെഡ്യൂൾ നമ്പർ 9 ആണ്, അഡ്വാൻസസ്. ഇലക്ട്രിസിറ്റി ആക്ട് 2003 റീപ്ലേസ്ഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഏഴ്സ്വൈൽ എക്സിസ്റ്റിംഗ് ലെജിസ്ലേഷൻ. നമ്മൾ ഇലക്ട്രിസിറ്റി ആക്ട് തുടങ്ങുമ്പോൾ തന്നെ ഡിസ്കസ് ചെയ്യുന്ന 3 ആക്ട് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ നോട്ടിൽ ആദ്യം തന്നെ എഴുതിയതായിരിക്കും ഈ 3 ആക്റ്റാണ്. ഒന്നേതാണ്? ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 1910, പിന്നെ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് 1948, പിന്നെ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട്, ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് 1998. ഈ 3 ആക്ട് റീപ്ലേസ് ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി ആക്ട് 2003 വന്നത്. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട്, ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട്, ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട്, ഇത് 3 റീപ്ലേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് 2003 കമ്പനീസ് ആക്ട് ഇലക്ട്രിസിറ്റി ആക്ട് 2003 വന്നത്. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആക്ട്. ഇലക്ട്രിസിറ്റി ആക്ടിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഇലക്ട്രിസിറ്റി ആക്ടിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്: 1, ആക്ടിവിറ്റി ലൈക്ക് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഹാവ് ബീൻ സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈഡ്. ഇത് ഫീച്ചേഴ്സായിട്ട് പറയുന്ന ഒരു പോയിൻ്റാണ്. പവർ ജനറേഷൻ ഹാസ് കംപ്ലീറ്റ്ലി ബീൻ ഡീലൈസൻസ്ഡ് ആണ് വരിക. പാർഷ്യൽ ഇല്ല. അപ്പോൾ ഇത് തെറ്റാണ്, ഫീച്ചേഴ്സിൽ വരില്ല. അത് കംപ്ലീറ്റ്ലി ആണ് വരിക, പാർഷ്യലി അല്ല. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ അടുത്തെന്താണ്? 20% ഇല്ല, 10% ഓഫ് പവർ സപ്ലൈഡ് ബൈ സപ്ലയർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടു ദി കൺസ്യൂമർ ഹാസ് ടു ബി ജനറേറ്റഡ് യൂസിങ് റിന്യൂവബിൾ. ഇതും ഫീച്ചറിൽ വരില്ല, 10% ആയിരുന്നു. അപ്പോൾ ഇതും തെറ്റാണ്, 20% ആയിരുന്നു. മീറ്ററിംഗ് ഓഫ് ഓൾ ഇലക്ട്രിസിറ്റി സപ്ലൈഡ് ഹാസ് ബീൻ മെയ്ഡ്
ഓപ്ഷണലല്ല, ഒബ്ലിഗേറ്റഡ് ആണ്, അതും വരില്ല. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ഈ 3 തെറ്റാണ്. അപ്പോൾ ഇതിൽ ഏതാ ആൻസർ വരിക? ഇതാണ് ആൻസർ വരിക. റെഡിയാണോ? ഇതിലിപ്പോൾ രണ്ടാമത്തെ പോയിന്റിൽ ഈ ഇവിടെ പാർഷ്യലി മാറ്റി കംപ്ലീറ്റ്ലി ആക്കി കഴിഞ്ഞാൽ അത് ആൻസർ ശരിയായി. റെഡിയല്ലേ? ഇതിൻ്റെ ഫീച്ചേഴ്സ് ആവും. അപ്പോൾ ചെറിയ മാറ്റങ്ങളാണ് കണ്ടില്ലേ? ചെറിയ മാറ്റങ്ങൾ കൊണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയ മാറ്റങ്ങൾ കൊണ്ടാണ് ഇത് ആൻസർ ഇതായി പോകുന്നത്. ഇവിടെ അതേപോലെ 20% പകരം 10% ആയാലും ഇതും കറക്റ്റായി. റെഡിയല്ലേ? പിന്നെ അതേപോലെ ഇത് ഓപ്ഷണലിന് പകരം ഒബ്ലിഗേറ്ററി ആയി കഴിഞ്ഞാൽ ഇത് ആൻസർ ശരിയായി. ഒരു വേർഡാണ് മാറ്റുന്നത്. ഇങ്ങനെയൊക്കെ MCQ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങും. ചെറിയ വേർഡൊക്കെ മാറ്റിയാൽ, കാരണം നമ്മളിങ്ങനെ വായിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ വായിച്ച് വിട്ടതായിരിക്കും. ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആക്ട്, ഇത് നമ്മളിങ്ങനെ വായിച്ച് വിട്ടതായിരിക്കും. അപ്പോൾ ഇതിൽ പെർസെൻറ്റേജ് ഒക്കെ ഉണ്ട്, നമ്മൾ ചിലപ്പോൾ ഓർത്തിട്ടുണ്ടാവും. പക്ഷേ 20% ആണോ 10% ആണോ ചിലപ്പോൾ ഓർത്തിട്ടുണ്ടാവില്ല. എന്തായാലും ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം എക്സാമിന് മുമ്പായിട്ട്. ഇനി എന്താണ്? സെൻട്രൽ കമ്മീഷൻ ഷാൾ കൺസിസ്റ്റ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് മെമ്പേഴ്സ്? സെൻട്രൽ കമ്മീഷൻ, അതായത് ഇവിടെ ഇലക്ട്രിസിറ്റീൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർ ഡിസ്കസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റീൻ്റെ കാര്യങ്ങളാണ്. ഇലക്ട്രിസിറ്റീൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത്. എക്സാമിന് വരുമ്പോൾ അവർ ക്ലിയർ ആയിട്ട് തരുമായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സെൻട്രൽ കമ്മീഷൻ ഷാൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്താണ്. അത് സെൻട്രൽ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷൻ, ഇലക്ട്രിസിറ്റിൻ്റെ CERC, സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. അപ്പോൾ അവർ ആരൊക്കെ ഉണ്ടാവാം? ചെയർപേഴ്സൺ ആൻഡ് 3 മെമ്പേഴ്സ്. ചെയർപേഴ്സൺ 3 മെമ്പേഴ്സ് ഉണ്ടാവും. 2 പോയിൻ്റ് ഉള്ളതിൽ ഒന്ന് ചെയർപേഴ്സൺ ആൻഡ് 3 മെമ്പേഴ്സും. പിന്നെ ചെയർപേഴ്സൺ ഓഫ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി, അതായത് റെഗുലേറ്ററി അതോറിറ്റിൻ്റെ ചെയർപേഴ്സണും ഉണ്ടാവും. അപ്പം ഇത് രണ്ടും ഉണ്ടാവും. ബോത്ത് 1 and 2. ബോത്ത് 1 and 2, ഇത് രണ്ടാണ് ആൻസർ. ബോത്ത് 1 and 2. പിന്നെ റേറ്റ് ഓഫ് പ്രൊവിഷൻ ഫോർ അഡ്വാൻസ് ഡൗട്ട്ഫുൾ മോർ ദാൻ 1 year. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇതിലേക്ക് വന്നു. ബാങ്കിൻ്റെ ഇതെല്ലാം മിക്സായിട്ടാണ് ചോദിക്കുന്നത്. ബാങ്കിൻ്റെ മറ്റേ പ്രൊവിഷനിങ് റിക്വയർമെൻറ്റിലുള്ള റേറ്റ് ഓഫ് പ്രൊവിഷൻ ഫോർ അഡ്വാൻസസ് ഡൗട്ട്ഫുൾ മോർ ദാൻ 1 year ബട്ട് ലെസ് ദാൻ 3 year. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യനിൽ സെക്യൂർഡ് ആണോ അൺസെക്യൂർഡ് ആണെന്ന് പറഞ്ഞില്ല. നമ്മൾ അസംഷൻ എന്തായിരിക്കണം? സെക്യൂർഡ് ആയിരിക്കണം. കാരണം ബാങ്ക് സെക്യൂരിറ്റി ഇല്ലാതെ കൊടുക്കില്ല, ലോൺ കൊടുക്കില്ല. അപ്പോൾ അത് സെക്യൂർഡ് ആണെന്ന് അസ്യൂം ചെയ്യാം. മോർ ദാൻ 1 year ബട്ട് ലെസ് ദാൻ 3 year. മോർ ദാൻ 1 year ഡൗട്ട്ഫുൾ ആണ്. മോർ ദാൻ 1 year ബട്ട് ലെസ് ദാൻ 3 year. മോർ ദാൻ 1 year ഡൗട്ട്ഫുൾ 1 year അപ് ടു 1 year ആണെങ്കിൽ D1, അതായത് 25. മോർ ദാൻ 1 year ബട്ട് ലെസ് ദാൻ 3 year ആകുമ്പോൾ 40% വരും. 40. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ്? ഈ പറയുന്നതിൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ് ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി അത് കറക്റ്റാണ്. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് കറക്റ്റാണ്. പ്രിൻസിപ്പിൾ ഓഫ് ബെരിമേ ഫിദേ കറക്റ്റാണ്. അപ്പോൾ ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. ഇനി അടുത്തത് റേറ്റ് ഓഫ് പ്രൊവിഷൻ ഓൺ അഡ്വാൻസ് ഡൗട്ട്ഫുൾ മോർ ദാൻ 3 years ഈസ് റേറ്റ് ഓഫ് പ്രൊവിഷൻ ഓൺ അഡ്വാൻസ് ഡൗട്ട്ഫുൾ മോർ ദാൻ 3 year ഈസ് ഡൗട്ട്ഫുൾ മോർ ദാൻ 3 year എന്ന് പറയുമ്പോൾ 100% ഇല്ല. സെക്യൂർഡ് ആണെങ്കിൽ അൺസെക്യൂർഡ് ആണെങ്കിൽ 100% ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മാൻഡേറ്ററി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ ജനറൽ ഇൻഷുറൻസ് കമ്പനി? ഇൻഷുറൻസ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 3 പാർട്ട് ഏതൊക്കെയാണ്? റവന്യൂ അക്കൗണ്ട്, P&L, ബാലൻസ് ഷീറ്റ് അല്ലേ? അപ്പോൾ ഇതിൽ മാൻഡേറ്ററി അല്ലാത്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പെടാത്ത ഏതാണെന്നാണ് ചോദിക്കുന്നത്. റവന്യൂ അക്കൗണ്ട് വരും, P&L വരും, ബാലൻസ് ഷീറ്റ് വരും. ഏത് വരില്ല? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരില്ല. ഇനി ഫോർ മറൈൻ ഇൻഷുറൻസ്, ഈ ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യാം. ഞാൻ നിർത്താണ്, ഇതും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഫോർ മറൈൻ ഇൻഷുറൻസ് പ്രീമിയം കളക്റ്റഡ് ഫ്രം, ഈ പേജും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ നിർത്താണ്. ബാക്കി ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കി. ഇതിലങ്ങനെ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ളൊന്നുമില്ല. പിന്നെ ഇനി ഒരു 10-20 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. മറൈൻ ഇൻഷുറൻസ് പ്രീമിയം കളക്റ്റഡ് ഫ്രം ഇൻഷുർഡിൻ്റെ അടുത്ത് നിന്ന് പ്രീമിയം കളക്ട് ചെയ്ത്, അതായത് ഡയറക്റ്റ് പ്രീമിയം ഓൺ ഡയറക്റ്റ് ബിസിനസ് 45 കോടി. അതർ ഇൻഷുറൻസ് കമ്പനി, അതായത് വേറെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടിയത് എന്ന് പറയുമ്പോൾ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് 17.5. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി എത്ര വരും? 62.5 വരും.
പ്രീമിയം പെയ്ഡ് പേബിൾ ടു ദി അതർ ഇൻഷുറൻസ്, അതായത് പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡൻ, പ്രീമിയം പെയ്ഡ് ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. 16.75 ഇതിൽ നിന്ന് ലെസ് ചെയ്യും. അപ്പോൾ എത്ര വരും? ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 45ഉം 17.5 കൂടെ കൂട്ടി എത്ര വരും? 45ഉം 17.5 കൂടെ കൂട്ടിയാൽ 62.5, 16.5 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 45.75 വരും അല്ലേ? അപ്പം ഇത് മറൈൻ ഇൻഷുറൻസ് ആണെന്നാണ് പറഞ്ഞത്. മറൈൻ ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് കമ്പ്യൂട്ട് ദി ക്ലോസിംഗ് ബാലൻസ് ഓഫ് അൺഎക്സ്പേർഡ് റിസ്ക് റിസർവ്. അൺഎക്സ്പേർഡ് റിസ്ക് റിസർവിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? പറയുന്നത് 100% അല്ലേ മറൈൻ ഇൻഷുറൻസ് ആകുമ്പോൾ. അപ്പോൾ ഇത് വരും ആൻസർ. അപ്പോൾ എത്രയാണ് വരിക? അപ്പോൾ ബാക്കി നിങ്ങൾ നോക്കാം. ഓക്കെ.